الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اذكروا الله ذكرا كثيرا وسبحوه بكرة وأصيلا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ദീനിനെ സംബന്ധിച്ച് പറയാനും കേൾക്കാനുമുള്ള നമ്മുടെ ഈ ഒത്തുചേരൽ സ്വാലിഹായ അമലായി നമ്മിൽ നിന്നെല്ലാം അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും പുറത്തു തരുന്ന ഒരു മജ്ലിസാക്കി അള്ളാഹു നമ്മുടെ മജ്ലിസിനെ ആക്കി തീർക്കുമാറാകട്ടെ. അവൻ ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ സ്വർഗലോകത്ത് എത്തിച്ചേരുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ നമ്മുടെ അവസരത്തിൽ അസ്ബാബു സിയാദത്തിൽ ഈമാൻ, അതായത് നമ്മുടെ ഈമാൻ വർദ്ധിക്കുവാനും കൂടുവാനുമൊക്കെ ഉതകുന്ന നിലക്കുള്ള എന്തെല്ലാം കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടേണ്ടതുണ്ട് എന്നും അതിനാവശ്യമായ മുൻകരുതലുകൾ നാം എങ്ങനെ സ്വീകരിക്കണമെന്നും വിശദീകരിക്കപ്പെടുകയുണ്ടായി. അതിന് ആദ്യമായി നമ്മൾ പറഞ്ഞത് അള്ളാഹുവിനെ വളരെ നന്നായി അറിയലാണ്. അവന്റെ നാമങ്ങളിലൂടെ, അവന്റെ ഗുണവിശേഷണങ്ങളിലൂടെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ശരിയായ അറിവാണ് നമ്മുടെ ഈമാനിന്റെ വർധനയ്ക്ക് ഒന്നാമത്തെ കാര്യമായി പറഞ്ഞത്. ഒരോർമ്മ പുതുക്കാൻ വേണ്ടി ചുരുക്കി പറയുകയാണ്. രണ്ടാമതായി അന്ന് നമ്മൾ പറഞ്ഞത് തലബുൽ ഇൽമി ശർഈ, ശർഈയായ മതപരമായ അറിവ്, അത് ലഭ്യമാകാൻ എത്രത്തോളം നമുക്ക് അവസരം ലഭിക്കുന്നുവോ ആ മാർഗങ്ങളെല്ലാം അന്വേഷിക്കലാണ് രണ്ടാമതായി വിശദീകരിക്കപ്പെട്ടത്. മൂന്നാമതായി നമ്മൾ പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഈ പ്രപഞ്ചത്തിലുള്ള അവന്റെ സൃഷ്ടിപ്പ്, അവൻ സൃഷ്ടിച്ചിട്ടുള്ള അത്ഭുതകരമായ ഈ പ്രപഞ്ചം തന്റെ സ്വന്തം ശരീരം പോലും, തന്റെ ചുറ്റുപാടുകൾ
ഇവയെക്കുറിച്ചെല്ലാം ചിന്തിക്കുകയും പഠിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്നതിലൂടെ അതിൻ്റെ എല്ലാം സൃഷ്ടാവിൻ്റെ മഹത്വം നിന്റെ മനസ്സിൽ കൂടുതൽ രൂഢമൂലമാകുന്നതിലൂടെ നിന്റെ ഈമാൻ വർദ്ധിക്കും എന്ന് നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. നാലാമതായി പറഞ്ഞത് അള്ളാഹുവിൻ്റെ വിശുദ്ധ കലാം ധാരാളമായി പാരായണം ചെയ്തുകൊണ്ടിരിക്കണമെന്നും പാരായണം ചെയ്യുന്ന വചനങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ അർത്ഥവും ആശയവും ഗ്രഹിക്കുവാനുള്ള പഠനങ്ങൾ നടത്തണമെന്നും അങ്ങനെ ചിന്തിച്ചുകൊണ്ടും ആലോചിച്ചുകൊണ്ടും വിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധം നിരന്തരം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈമാനിന്റെ വർധനവിന് കാരണമായി തീരും എന്നും, അങ്ങനെ 4 കാര്യങ്ങളാണ് കഴിഞ്ഞ നമ്മുടെ അവസരത്തിൽ വിശദീകരിക്കപ്പെട്ടത്. ഇൻഷാ അല്ലാഹ് തുടർന്നുകൊണ്ട് മറ്റു ചില കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു അറിവനുസരിച്ചുകൊണ്ട് അമൽ ചെയ്യുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. 5-മതായി സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അൽ-ഇക്സാറു മിൻ ദിക്രില്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചുള്ള നമ്മുടെ സ്മരണ അഥവാ ദിക്റുല്ലാഹി അധികരിപ്പിക്കുക എന്നതാണ്. ദിക്ർ എന്നത് കേൾക്കാത്ത ആളുകൾ ഉണ്ടാവില്ല. നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളിൽ ധാരാളം തവണ വന്നും പോയും കൊണ്ടിരിക്കുന്ന പദമാണ് ദിക്ർ, അല്ലെങ്കിൽ അദ്കാർ, ദിക്റുകൾ എന്നതൊക്കെ. ഒരു മനുഷ്യന്റെ ഹൃദയം എന്ന് പറയുന്നത് മറ്റുള്ള വസ്തുക്കളെ പോലെ തന്നെ അതിലും വേണ്ടാത്ത രൂപത്തിലുള്ള പലതും കയറുകയും അതിൻ്റെതായ കൃത്യമായ തെളിമ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുക സ്വാഭാവികമാണ്. അഴുക്കും പൊടിയും അതുപോലെ തന്നെ പല രൂപത്തിലുള്ള കാര്യങ്ങളും അവന്റെ ഹൃദയത്തിൽ വന്ന് അടിഞ്ഞുകൂടിയിട്ട് ആ ഹൃദയത്തിൽ ശരിയായ രൂപത്തിലുള്ള പ്രകാശം അതിൽ കയറുന്നതിന് തടസ്സമായി തീരുന്ന പലതും മനുഷ്യന്റെ ഹൃദയത്തിൽ ബാധിക്കാറുണ്ട്. അത് ഒരു ഡോക്ടർക്ക് ഓപ്പറേഷൻ ചെയ്ത് നോക്കിയാൽ കാണാൻ കഴിയാവുന്ന കലകളോ അതല്ലെങ്കിൽ കറകളോ അല്ല, മറിച്ച് ആത്മീയമായി ഒരു മനുഷ്യൻ തന്റെ സൃഷ്ടാവായ അള്ളാഹു തനിക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള ശരിയായ റൂട്ടിൽ നിന്ന് തെറ്റിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോയി തെറ്റുകളിലേക്ക് തിന്മകളിലേക്ക് അവന്റെ പ്രവർത്തനങ്ങൾ വഴിമാറിപ്പോകുമ്പോൾ, ഓരോ തിന്മകളും മനുഷ്യൻ ചെയ്യുമ്പോൾ അവന്റെ ഹൃദയത്തിൽ ഒരു നുക്തത്തുൻ സൗദാ, ഒരു കറുത്ത പുള്ളി വന്ന് വീഴുകയാണ്. അത് തിന്മകൾ വർദ്ധിക്കുന്തോറും ആ പുള്ളി വർദ്ധിച്ചു വരികയാണ്. ആ വർദ്ധിച്ചു വരുന്ന കലകളും പുള്ളികളുമൊക്കെ അവൻ ഇടയ്ക്കിടെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കൽ അനിവാര്യമാണ്. അതിനാണ് ഇസ്ലാം നിശ്ചയിച്ച തൗബ എന്ന് പറയുന്നത്. അതിലൂടെയാണ് മനുഷ്യന്റെ പാപക്കറകൾ കഴുകിക്കളയപ്പെടുന്നത്. അതിലൂടെയാണ് മനുഷ്യന്റെ മനസ്സ് ശുദ്ധമായി തീരുന്നത്. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. ശുദ്ധ ഖുർആനിൽ അല്ലാഹു 2 തരം ശുദ്ധിയെ ഒരേ ആയത്തിൽ പറഞ്ഞു. അല്ലാഹു പശ്ചാത്തപിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നവനാണ്, അതുപോലെ തന്നെ ശുദ്ധീകരണം വരുത്തുന്നവരെയും അവൻ ഇഷ്ടപ്പെടുന്നു. രണ്ടും ഒരർത്ഥത്തിൽ ശുദ്ധീകരണമാണ്. ഒന്ന് ബാഹ്യമായ ശുദ്ധീകരണമാണെങ്കിൽ മറ്റൊന്ന് മനുഷ്യന്റെ മനസ്സിനെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്ന അവന്റെ മനസ്സിനെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ആ രൂപത്തിലുള്ള കറകളെ കഴുകിക്കളയുവാനുള്ള ശുദ്ധീകരണമാണ് തൗബ. അകം ശുദ്ധിയാക്കുന്നവരെയും പുറം ശുദ്ധിയാക്കുന്നവരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നതിന്റെ ചുരുക്കം. അപ്പൊ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിനെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന രോഗങ്ങൾക്ക്, ആ രോഗങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സിനെ കഴുകിക്കളയാനും ഇടയ്ക്കിടെ അതിനെ ശുദ്ധീകരിക്കുവാനും ആവശ്യമായ വളരെ അനിവാര്യമായ സംഗതിയാണ് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ദിക്ർ കൊണ്ട് അവന്റെ മനസ്സ് സദാ ആ ദിക്ർ അവന്റെ മനസ്സിൽ എപ്പോഴും നിലനിൽക്കണം.
ദിക്ർ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒരുപാട് ശത്രുക്കൾക്കിടയിലാണ് നമുക്ക് ജീവിക്കേണ്ടത്. നമ്മുടെ ശരീരം തന്നെയും അഥവാ നമ്മുടെ ആഗ്രഹങ്ങൾ തന്നെയും നമ്മുടെ ശത്രുവാണ്. അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ശരിയായ റൂട്ടിലേക്ക്, ആ റൂട്ടിലൂടെ സഞ്ചരിക്കുന്നതിൽ നിന്ന് നമ്മുടെയൊക്കെ മനസ്സിന്റെ ചില ആഗ്രഹങ്ങളാണ് പലപ്പോഴും നമ്മെ തടയുന്നത്. അതിനാണ് നമ്മൾ ദേഹേച്ഛ എന്ന് പറയുന്നത്. ആ ദേഹേച്ഛ നമ്മുടെ ശത്രുവാണ്. അത് നമ്മെ യഥാർത്ഥത്തിലുള്ള മാർഗത്തിലേക്ക് എത്തിക്കാതെ നമ്മെ തടയുമ്പോൾ, അതുപോലെ തന്നെ നമ്മുടെ കൂടെ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന ശൈത്താന ലക്കും അദുവ്വൻ ഫത്തഖിദൂഹു അദുവ്വാ. അല്ലാഹു നമ്മോട് മുൻകരുതൽ എടുക്കണം എന്ന് പറഞ്ഞ ഒരു ജന്മശത്രുവുണ്ട് നമ്മുടെ കൂടെ. ഇന്ന ശൈത്താന, നിശ്ചയമായും പിശാച്, ലക്കും അദുവ്വൻ, നിങ്ങൾക്കുള്ള ശത്രുവാണ്. അതുകൊണ്ട് ഫത്തഖിദൂഹു അദുവ്വാ, നിങ്ങൾ അവനെ ശത്രുവായി തന്നെ കാണണം. കാരണം ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ. നിശ്ചയമായും അവൻ അവന്റെ പാർട്ടിക്കാരെ കൊണ്ടുപോകുന്നത്, അവൻ പറയുന്നത് അനുസരിച്ചുകൊണ്ട് അവന്റെ പിന്നാലെ കൂടുന്ന അനുയായി വൃന്ദത്തെ അവൻ തെളിച്ച് വിളിച്ചു കൊണ്ടുപോകുന്നത് ലിയകൂനു, അവരായിത്തീരാൻ വേണ്ടിയാണ്. മിൻ അസ്ഹാബിസ് സഈർ, കത്തിയാളുന്ന നരകത്തിയുടെ ആളുകളാക്കി തീർക്കാനാണ് നിന്റെ കൂടെയുള്ള നിന്റെ ശത്രുവായ ശൈത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്ന ദേഹേച്ഛ എന്ന് പറയുന്ന ശത്രു ഒരു ഭാഗത്ത്, നമ്മെ ഇങ്ങനെ പിഴപ്പിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് നടക്കുന്ന ഏതൊരു നേരായ മാർഗത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോഴും ആ മാർഗത്തിൽ തന്നെ മാർഗതടസ്സങ്ങൾ ഉണ്ടാക്കുമെന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ പ്രതിജ്ഞ പറഞ്ഞ ലഅഖുദന്ന ലഹും സിറാതകൽ മുസ്തഖീം ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. അള്ളാന്റെ മുമ്പിൽ വെച്ച് ശൈത്താൻ എടുത്ത പ്രതിജ്ഞയാണത്. സൂറത്തുൽ അഅറാഫിലൂടെ റബ്ബ് നമ്മെ താക്കീദിന്റെ സ്വരത്തിൽ ഇതാ ഇങ്ങനെ വരാൻ പോകുന്ന ഒരു ശത്രുവുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അഥവാ നേരിന്റെ പാതയിലേക്ക്, ഈമാൻ വർദ്ധിപ്പിക്കാൻ ഉതകുന്ന പാതയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോഴെല്ലാം ആ മുസ്തഖീമായ റൂട്ടിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോഴെല്ലാം ആ മുസ്തഖീമായ റൂട്ടിൽ ഞാൻ കുത്തിയിരിപ്പ് നടത്തുമെന്ന് ശൈത്താൻ പറഞ്ഞതാണ്. ലഅഖുദന്ന, ഞാൻ ഇരിക്കുക തന്നെ ചെയ്യും. നേരായ മാർഗത്തിലേക്ക് പോകുന്നവരുടെ മാർഗത്തിൽ മാർഗ തടസ്സമുണ്ടാക്കിക്കൊണ്ട് ഞാൻ അവിടെ തന്നെ ഇരിക്കും. എന്തിനെ? സുമ്മല ആതിയന്നഹും, എന്നിട്ട് ഞാൻ അവരെ സമീപിക്കുക തന്നെ ചെയ്യും. മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം, അവരുടെ മുന്നിലൂടെ അവരുടെ പിന്നിലൂടെ, വഅൻ ഐമാനിഹിം, അവരുടെ വലതുവശത്തിലൂടെയും, വഅൻ ശമാഇലിഹിം, അവരുടെ ഇടതുവശത്തിലൂടെയും. അഥവാ ശൈത്താൻ പറയുന്നത് നാനാ മാർഗത്തിലൂടെയും നേരായ പാതയിലൂടെ സഞ്ചരിക്കണം എന്ന് വിചാരിക്കുന്നവനെ ആ പാതയിൽ നിന്ന് വഴിതിരിച്ചു വിടാൻ ഞാൻ ശ്രമിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഒരു മാർഗം അവൻ കേട്ടില്ലെങ്കിൽ വേറൊരു മാർഗം ഞാൻ പയറ്റി നോക്കും. ഒരു മാർഗത്തിലൂടെ പ്രവേശിച്ച് അവൻ പിഴക്കുന്നില്ലെങ്കിൽ ഞാൻ വേറൊരു റൂട്ടിലൂടെ പ്രലോഭനം കൊടുത്തേക്കും. അതുകൊണ്ടും അവൻ വഞ്ചിതനാകുന്നില്ലെങ്കിൽ ഞാൻ മറ്റൊരു അടവ് പ്രയോഗിക്കും. അങ്ങനെ എന്നാലാകുന്ന നാനാവിധത്തിലുള്ള അടവുകളും ഞാൻ ഒരു മനുഷ്യനെ തെറ്റിക്കാൻ വേണ്ടി ഞാൻ പ്രയോഗിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഞാൻ പ്രയോഗിച്ച് വലാ തജിദു അക്സറഹും ശാകിരീൻ, പിന്നീട് അവരിൽ അധിക പേരെയും നിനക്ക് ശുക്ർ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ആക്കി തീർക്കാതിരിക്കാനാണ് ഞാൻ ശ്രമിക്കുക. നിന്നോട് നന്ദിയുള്ള സമൂഹത്തെ വളരെ കുറവേ ഉണ്ടാകൂ. നന്ദികെട്ട ജനങ്ങളാക്കി തീർക്കാനുള്ള പണിയെമ്പാടും ഞാൻ നടത്തും, അധ്വാനമെമ്പാടും ഞാൻ നടത്തും. എനിക്കതിന് അനുവാദം തരണം. വരെ ഖിയാമത്ത് നാൾ വരെ അവൻ ആയുസ്സും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ശത്രുവും നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്ന ദേഹേച്ഛ എന്ന് പറയുന്ന ശത്രുവും നമ്മുടെ കൂടെയുണ്ട്. അതുപോലെ തന്നെ പലതിലേക്കും നമ്മെ മാടി വിളിക്കുന്ന ഒട്ടേറെ സംവിധാനങ്ങളും നമുക്ക് ചുറ്റുമുണ്ട്. ഇതിനിടയിൽ ജീവിക്കുന്ന നമ്മുടെ ഈമാനാണ് പിടിച്ചു നിർത്തേണ്ടത്.
ഇതിനിടയിൽ മുന്നോട്ട് പോകുന്ന നമ്മുടെ ഈമാനാണ്. അത് ദുർബലമായി തീരാതെ അതിന് വർധനവുണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടത്. അതിനുള്ള മാർഗമാണ് മറ്റൊരു മാർഗം. അള്ളയുണ്ട്, അള്ളാനെ പറ്റിയുള്ള ഓർമ്മ നീ അധികരിപ്പിക്കലാണ്. അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ദുക്റുല്ലാഹ ദിക്റൻ കസീറാ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ. ഓ വിശ്വാസികളെ, ഉദ്കുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹനെ ഓർക്കണം, നിങ്ങൾ അള്ളാഹനെ സ്മരിക്കണം. കുറച്ചൊന്നും പോരാ. ആ പ്രയോഗം നമ്മൾ പഠിച്ചു വെക്കണം. അള്ളാഹ് പറയാണ്, വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുവീൻ. ദിക്റൻ കസീറ, ദിക്റൻ കസീറ, ധാരാളം ഓർക്കണം നിങ്ങൾ. കാരണം അത്രക്ക് വിഷമങ്ങളുടെ നടുവിലാണ് നിങ്ങളുടെ ജീവിതം, അത്രക്ക് ശത്രുക്കളാ നിങ്ങൾക്ക് ചുറ്റും, അത്രമാത്രം നിങ്ങളെ പഴപ്പിക്കാനുള്ള കക്ഷികളാ നിങ്ങൾക്ക് ചുറ്റും. അതുകൊണ്ട് വളരെ ജാഗ്രത വേണം, വളരെ ശ്രദ്ധ വേണം. ധാരാളമായി നിങ്ങൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കണം. വസബ്ബിഹൂഹു, നിങ്ങൾ അവനെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കണം, പ്രകീർത്തിച്ചുകൊണ്ടിരിക്കണം, തസ്ബീഹുകൾ അധികരിപ്പിക്കണം. ബുക്റതൻ വഅസീല, പ്രഭാതത്തിലും പ്രദോഷത്തിലും. ബുക്റ എന്ന് പറയുമ്പോൾ സുബഹിയായി കഴിഞ്ഞ് ഫജറായി കഴിഞ്ഞ് സൂര്യോദയം നടക്കുന്നതിന്റെ ഇടയ്ക്കുള്ള സമയമാണ് ബുക്റ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അസീൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് സ്വലാത്തുൽ അസ്ർ, അസറിന്റെ സമയം മുതൽ മഗ്രിബ്, സൂര്യൻ അസ്തമിക്കുന്നതിന്റെ ഇടയ്ക്കുള്ള സമയം. ഈ രണ്ട് സമയങ്ങളിൽ പ്രത്യേകിച്ച് നമുക്ക് തസ്ബീഹുകൾക്ക് പുണ്യമുണ്ട്, ദിക്റുകൾക്ക് പുണ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാം ആ സമയത്തൊക്കെ അദ്കാറുസ് സബാഹ്, അദ്കാറുൽ മസാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ദിക്റുകൾ നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുമുണ്ട്. ഇവിടെയൊക്കെ സഹോദരന്മാരെ, നമ്മൾ വളരെ കൃത്യമായി ചിന്തിക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് നിങ്ങൾ ദിക്റുകൾ അധികരിപ്പിക്കണം എന്ന് പറയുമ്പോൾ എത്രത്തോളം അത് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടണം എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ വാചകമായി കൊണ്ട് അദ്ദേഹം ഉദ്ധരിക്കുകയാണ്, അദ്ദിക്റു ലിൽ ഖൽബി മിസ്ലുൽ മാഇ ലിസ്സമക്കി. ശരിക്കും നമ്മൾ മനസ്സിലാക്കണം, ഈ ദിക്റുകൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം നമ്മൾ കൊണ്ടു നടക്കണം, എത്രത്തോളം അത് നമ്മുടെ ഖൽബിലുണ്ടാകണം, നമ്മുടെ നാവിലുണ്ടാകണം, നമ്മുടെ പ്രവൃത്തിയിലുണ്ടാകണം എന്നത് മനസ്സിലാക്കാനാണ് ഈ ഉദ്ധരണി കൽപ്പിക്കുന്നത്. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയാണ്, അദ്ദിക്റു ലിൽ ഖൽബി മിസ്ലൽ മാഇ ലിസ്സമക്കി ഫകൈഫ യകൂനു ഹാലുസ് സമക്കി ഇദാ ഫാറഖൽ മാ. അദ്ദേഹം ചോദിക്കുകയാണ്, എന്താ അദ്ദേഹം ചോദിക്കുന്നത്? അദ്ദിക്റു ലിൽ ഖൽബി, അദ്ദേഹം പറയാണ്, അദ്ദിക്റു, അള്ളാഹുവിനെ ഓർക്കേണ്ട സമയത്തൊക്കെ കൃത്യമായി ഓർക്കൽ, അതാണ് ദിക്ർ. ആ നിലക്ക് റബ്ബിനെ ഓർക്കേണ്ട സമയത്തൊക്കെ ഓർക്കൽ. ലിൽ ഖൽബി, അത് ഹൃദയത്തിന് എത്രത്തോളം ആവശ്യമാണ്. മിസ്ലൽ മാഇ ലിസ്സമക്കി, മത്സ്യത്തിന് വെള്ളം എത്ര ആവശ്യമാണോ, മത്സ്യവും വെള്ളവും തമ്മിൽ എത്രത്തോളം ബന്ധമാണോ, മത്സ്യത്തിന് വെള്ളം എത്രത്തോളം അത്യാവശ്യമാണോ, അതുപോലെ ഖൽബിന് അത്യാവശ്യമാണ് ദിക്റുല്ലാഹി. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നു, ഫകൈഫ യകൂനു ഹാലുസ് സമക്കി, ഒരു മത്സ്യത്തിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇദാ ഫറഖൽ മാ, വെള്ളത്തിൽ നിന്ന് ആ മത്സ്യത്തെ അങ്ങ് വേർപെടുത്തിയാൽ അത് ശ്വാസം മുട്ടി അത് ചത്തുപോവുകയാണ്. ഇതേപോലെയാണ് മനുഷ്യ, നിന്റെ ഖൽബിൽ നിന്ന് അല്ലാഹു നിന്നോട് ആവശ്യപ്പെട്ട ദിക്ർ എന്ന് പറയുന്ന പ്രതിഭാസം നഷ്ടപ്പെട്ടു പോയാൽ നിന്റെ ഖൽബ് മയ്യിത്തായി പോവുകയാണ്. നീ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും നീ മരിച്ചവനെ പോലെയാണ്, നിന്റെ ജീവിതം കൊണ്ട് പ്രയോജനമില്ല. അതാണ് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അവിടുത്തെ സഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തിയ ഒരു ഹദീസുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മസലുൽ ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു മസലുൽ ഹയ്യി വൽ മയ്യിത്ത്. അല്ലാഹുവിനെ കൃത്യമായി ഓർക്കേണ്ട ഘട്ടങ്ങളിലൊക്കെ ഓർക്കുന്നവന്റെയും തീരെ അള്ളാനെ അങ്ങനെ ഒരു ചിന്താഗതി പോലും ഇല്ലാതെ താൻ തോന്നിയായി തമ്മാടിയായി ജീവിച്ച് റബ്ബിനെ ഓർക്കേണ്ടിടത്തൊക്കെ ഓർക്കുക പോലും ചെയ്യാതെ ജീവിക്കുന്നവന്റെയും അള്ളാനെ ഓർക്കേണ്ട നിലക്ക് ഓർക്കുന്നവനെയും ചെയ്യുന്നവരുടെ ഉപമ ഒന്ന് മിസലുൽ ഹയ്യി വൽ മയ്യിത്തി, ജീവിച്ചിരിക്കുന്നവനെ പോലെയും മരിച്ചവനെ പോലെയുമാണ്.
ദിക്റുള്ളവൻ ജീവിച്ചിരിക്കുന്നവനെ പോലെ, ദിക്റില്ലാത്തവനോ അവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും അവൻ യഥാർത്ഥത്തിൽ മയ്യിത്താണ്, അവൻ ശവമാണ്. അവന്റെ ജീവിതം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. കാരണം അവന് ജീവൻ നൽകിയ റബ്ബിനെ അവൻ ഓർക്കാൻ തയ്യാറല്ല. അവന്റെ തന്നിഷ്ടത്തിലൂടെ പൈശാചിക സ്വാധീനത്തിന് വഴങ്ങിക്കൊണ്ടവൻ മുന്നോട്ട് പോകുന്നു. ഇവിടെയാണ് നമ്മുടെ ഈമാൻ കുറഞ്ഞു പോവുക, ഈമാൻ നഷ്ടപ്പെട്ടു പോവുക. ദിക്റുകൾ ഒഴിവാകുമ്പോ ഈമാൻ കുറഞ്ഞു പോകും. അതുകൊണ്ടാണ് അത് നിലനിർത്താനാണ് അള്ളാഹു കൃത്യമായി തന്നെ പറഞ്ഞത്, വദ്കുറുല്ലാഹ കസീറ, നിങ്ങൾ വിജയിക്കണോ. അല്ലാഹു പറയാണ് വദ്കുറുല്ലാഹ കസീറ, നിങ്ങൾ അള്ളാഹനെ ധാരാളമായി ഓർക്കണേ. എന്തിനാ പറയുന്നത് നിങ്ങൾ അള്ളാഹനെ ഓർക്കണമെന്ന്? ലഅല്ലകും തുഫ്ലിഹൂൻ, നമ്മെ സൃഷ്ടിച്ച റബ്ബാണ് പറയുന്നത്. നിങ്ങൾക്ക് വിജയിക്കണോ, നിങ്ങൾക്ക് വിജയം കിട്ടണോ, അള്ളാഹനെ ധാരാളമായി ഓർത്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ പാപമോചനത്തിന് കാരണമാണ് ദിക്റുകൾ, സ്വർഗം കിട്ടാൻ നിമിത്തമാണ് ദിക്റുകൾ. വദ്ദാകിരീനല്ലാഹ കസീറൻ വദ്ദാകിറാത്ത് അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അളീമാ. സൂറത്തുൽ അഹ്സാബിലൂടെ റബ്ബ് പഠിപ്പിക്കുകയാണ്, വദ്ദാകിരീനല്ലാഹ കസീറ, സ്വർഗം കിട്ടുന്ന മഹാന്മാരെയും മഹദികളെയും കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. അതിന്റെ മുമ്പ് ഒരുപാട് ഗുണങ്ങൾ പറഞ്ഞു. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാതി വൽ മുഅ്മിനീന വൽ മുഅ്മിനാതി വൽ ഖാനിതീന വൽ ഖാനിതാത് എന്നിങ്ങനെ കുറെ കാര്യങ്ങൾ ശേഷം പിന്നെയും പറഞ്ഞിട്ട് ആയത്ത് അവസാനിപ്പിച്ച രൂപമാണ് കേട്ടത്. വദ്ദാകിരീനല്ലാഹ കസീറാ, അല്ലാഹുവിനെ ധാരാളമായി ഓർത്തുകൊണ്ടിരിക്കുന്ന പുരുഷന്മാരും, വദ്ദാകിറാത്ത്, അല്ലാഹുവിനെ ധാരാളമായി ഓർത്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകളും. അത് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് റബ്ബ് പറഞ്ഞു, അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറ, അല്ലാഹു അവർക്ക് പാപമോചനമാണ് ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. വഅജ്റൻ അളീമാ, വമ്പിച്ച പ്രതിഫലമാണ് ഒരുക്കി വെച്ചിട്ടുള്ളത്. അള്ളാന്റെ പാപമോചനം കിട്ടിയാൽ പിന്നെ കടത്തപ്പെടുന്ന വമ്പിച്ച പ്രതിഫലം എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗമാണ്. അതാണ് സ്വർഗം. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ അസ്സമാവാതു വൽ അർളു ഉഇദ്ദത് ലിൽ മുത്തഖീൻ. വിശ്വാസികളെ, അള്ളാന്റെ പാപമോചനത്തിലേക്ക്, നിങ്ങളുടെ റബ്ബ് ഒരുക്കി വെച്ചിട്ടുള്ള പാപമോചനത്തിലേക്ക് ധൃതിപ്പെട്ട് ഓടിപ്പോയിക്കൊള്ളൂ. അത് മുഖേന വജന്നത്തിൻ, സ്വർഗത്തിലേക്കും ഓടിക്കോ. ആകാശഭൂമികളോളം വിശാലമാണ് ആ സ്വർഗം. അത് സൂക്ഷ്മതയോടെ ജീവിക്കുന്ന മുത്തഖീങ്ങൾക്ക് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ട് വെച്ച സ്വർഗമാണ്. അപ്പൊ അള്ളാഹു പറയുന്നത്, നിനക്ക് സ്വർഗം വേണോ, പാപമോചനം വേണോ, ഈമാന് വർദ്ധിക്കണോ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധാരാളമായി ഓർത്തുകൊണ്ടിരിക്കണം. ഇനി അതിന്റെ വേറെയും ഗുണങ്ങളല്ല പറഞ്ഞു. ഫദ്കുറൂനി അദ്കുറുക്കും, എനിക്ക് നിങ്ങളെ ഓർമ്മ വരണമെങ്കിൽ നിങ്ങൾ എന്നെ ഓർത്തോളണം. അല്ല പറയുന്ന ഉപാധിയാണ്. നമ്മൾ പറയുന്നു, എന്റെ പ്രശ്നങ്ങളൊന്നും അല്ല കേൾക്കുന്നില്ല, ഞാനെന്ത് പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ഉത്തരം കിട്ടുന്നില്ല, എന്റെ പല പ്രശ്നങ്ങളിലും എനിക്ക് ദുആക്ക് ഇജാബത്ത് കിട്ടുന്നില്ല. അല്ല പറയുന്നത്, എടോ നീ എന്നെ ഓർക്കാറുണ്ടോ? ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ, നിങ്ങൾ എന്നെ ഓർക്കണമെങ്കിൽ ഞാൻ നിങ്ങളെയും ഓർക്കും. അള്ളാഹുവിനെ നമ്മൾ മനസ്സിലോർത്താൽ അല്ല നമ്മളെ ഓർക്കുന്നു. ഒരു സദസ്സിൽ വെച്ച് അള്ളാഹുവിനെ നമ്മൾ ഓർക്കുമ്പോ, അള്ളാഹുവിന്റെ അടുക്കലുള്ള അത്യുന്നതമായ സഭയായ മലക്കുകളുടെ സഭയിൽ അള്ളാഹുവിനെ ഓർത്ത മനുഷ്യനെ അള്ളാഹു അവിടെ വെച്ച് പ്രഖ്യാപനം നടത്തുന്നു. എത്ര വലിയ സ്ഥാനമാണ് അതിനുള്ളത്. ഇതൊക്കെ ദിക്റിന്റെ മഹാത്മ്യങ്ങളാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മാത്രമല്ല അല്ല പറഞ്ഞു, വലദിക്റുല്ലാഹി അക്ബർ, അള്ളാഹനെ ഓർക്കൽ തന്നെയാണ് ഏറ്റവും വലുത്. അള്ളാഹനെ ഓർക്കൽ തന്നെയാണ് ഏറ്റവും വലുത്. ഇതിനു വേണ്ടിയാണ്, ഇത് നമ്മുടെ മനസ്സിൽ നിന്ന് പോകാതിരിക്കാനാണ് ഇസ്ലാമിലെ എല്ലാ ഇബാദത്തുകളും അതിന്റെ സമയങ്ങളും ചിട്ടകളും രൂപഭാവങ്ങളും എല്ലാം അള്ളാഹു നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. 5 നേരത്തെ നിസ്കാരം, ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, സമയബന്ധിതമായ നിലക്ക് ഉണർന്ന ഉടനെ ഉച്ചക്ക്, അസറിന്,
അസ്തമനേരത്ത് രാത്രിയിൽ ഇങ്ങനെ മാറി മാറി വരുന്ന സമയങ്ങൾ, ഇതിന്റെയൊക്കെ ഇടക്ക് രാവിലെ നീ എഴുന്നേൽക്കുന്ന ഉടനെ പറയേണ്ടത്, ടോയ്ലറ്റിൽ പ്രവേശിക്കുമ്പോൾ പറയേണ്ടത്, അതിൽ നിന്ന് പുറത്തു കിടക്കുമ്പോൾ പറയേണ്ടത്, പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ, പുറത്തു കിടക്കുമ്പോൾ, വാഹനത്തിൽ കയറുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, കഴിച്ചു കഴിഞ്ഞാൽ, പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ, ഉളൂ ചെയ്യുമ്പോൾ, ഉളൂവിന്റെ ശേഷം ബാങ്ക് കേൾക്കുമ്പോൾ, ബാങ്കിന്റെ ശേഷം നിസ്കാരത്തിന്റെ അകത്ത്, നിസ്കാരത്തിന്റെ പുറത്ത്, അതുപോലെ തന്നെ നിന്റെ ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിൽ ഒരു സ്ഥലവും അല്ലാഹു ബാക്കി വെച്ചിട്ടില്ല. എല്ലാം അള്ളാഹുവിനെ നിനക്ക് ഓർക്കാൻ ആവശ്യമായതൊക്കെ പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ്. അത് കൊണ്ട് നടക്കുന്നവൻ ജീവനുള്ള മനുഷ്യനാണെന്നും അത് അവഗണിച്ചവൻ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും അവൻ ഇരുകാലിൽ ഈ ഭൂമിയിലൂടെ നടക്കുന്നുണ്ടെങ്കിലും അവൻ ശരിയായി ജീവിക്കുന്നവനല്ല, അവൻ മയ്യിത്താണ്, ശവമാണെന്നും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ, പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഈമാനിന്റെ വർധനവിന് അനിവാര്യമായ ആ ദിക്റുള്ളയോട് നമ്മുടെയൊക്കെ സമീപനം എന്താണ്? നമ്മൾ ആലോചിച്ചേ പറ്റൂ. നമ്മൾ ആലോചിക്കണം, എന്താണ് നമ്മുടെ അതുമായിട്ടുള്ള സമീപനം. നമ്മൾ ചിന്തിക്കണം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഈ ദിക്റുള്ളയിൽ എന്ന മനുഷ്യനങ്ങ് വിട്ടുപോയാൽ പിന്നെ അവനെ കൺട്രോൾ ചെയ്യുന്നത് ശൈത്താനായിരിക്കും. വമൻ യഅശു അൻ ദിക്രിർ റഹ്മാൻ നുഖയ്യിദ് ലഹു ശൈത്താനാ ഫഹുവ ലഹു ഖരീൻ. വളരെ വ്യക്തമായി അല്ലാഹു സൂറത്തു സുഖ്റുഫിലെ 36-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിച്ചു തന്നു. ആര് റഹ്മാനായ റബ്ബിനെ ഓർക്കുന്നതില്ലെന്ന് മാറി ജീവിക്കുന്നുവോ, റഹ്മാനായ റബ്ബിനെ ഓർക്കേണ്ടിടത്തൊക്കെ, എങ്ങനെ ഓർക്കേണ്ടത് ഞാൻ ശേഷം വിശദീകരിക്കുന്നുണ്ട്, ആ ഓർക്കേണ്ട നിലക്കൊക്കെ റബ്ബിനെ ഓർക്കാതെ ആര് ജീവിതം നയിക്കുന്നുവോ എങ്കിൽ നുഖയ്യിദ് ലഹു, അങ്ങനത്തെ ആളുകൾക്ക് നാം നിശ്ചയിച്ചു കൊടുക്കുന്നത് ശൈത്താനൻ, ഫഹുവ, ആ ശൈത്താനായിരിക്കും പിന്നെ ലഹു, ആ മനുഷ്യന് ഖരീനുൻ, ഏറ്റവും ഉറ്റമിത്രം. പിന്നെ അവന്റെ ശൈത്താനായിരിക്കും അവന്റെ കൂട്ട്. അങ്ങനെ ശൈത്താനായിരിക്കും പിന്നെ അവന്റെ ഉറ്റ ചങ്ങാതി. അവനായിരിക്കും, അവൻ കാണിച്ചു കൊടുക്കുന്ന വഴിത്താരയിലൂടെ മാത്രമായിരിക്കും പിന്നെ ഇവന്റെ സഞ്ചാരം. അത് ദിക്റുള്ളയുണ്ടെങ്കിലോ ശൈത്താൻ അവിടെ നിൽക്കാൻ കഴിയൂല. മഹാനായ സ്വഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ, അദ്ദേഹത്തിന്റെ ഒരു വാചകം നമുക്ക് കാണാം. വ്യാഖ്യാതാക്കൾ, പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി ചേർത്തിട്ടുണ്ട്. അശ്ശൈത്വാനു ജാസിമുൻ അലാ ഖൽബി ഇബ്നി ആദം ഫഇദാ സഹാബ ഗഫല വസ്വസ ഫഇദാ ദക്കറല്ലാഹ ഖനസ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, അശ്ശൈത്വാനു, പിശാച്, ജാസിമുൻ അലാ ഖൽബി ഇബ്നി ആദം, മനുഷ്യന്റെ ഹൃദയത്തിൽ അവനിങ്ങനെ മുട്ടിട്ടിരിക്കുകയാണ്. മനുഷ്യ ഹൃദയത്തിൽ ശൈത്താൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ശൈത്താന് പ്രവേശനമില്ലാത്ത ഒരിടവും നമ്മുടെ ബോഡിയിലില്ല. ഇന്ന ശൈത്താന യജ്രി ഫിൽ ഇൻസാനി മജ്റദ്ദമി, രക്തം സഞ്ചരിക്കുന്ന സിരകളിലൂടെ മുഴുവനും ശൈത്താന് പ്രവേശനമുണ്ട്, അവൻ സഞ്ചരിക്കുന്നുണ്ടെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതുകൊണ്ട് നമ്മുടെ വർഗശത്രു നമ്മെ പഴപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഖൽബിൽ ഇങ്ങനെ കൂടുകൂട്ടിയിരിക്കുകയാണ്. എന്നിട്ടോ ഫഇദാ സഹാ വഗഫല, അള്ളാഹിനെ പറ്റി നമ്മൾ മറക്കുകയും അള്ളാഹിനെ പറ്റി നമ്മൾ അശ്രദ്ധയിലാവുകയും ചെയ്യുന്ന സമയം മുതലെടുത്തിട്ട് വസുവസ, ശൈത്താൻ ഇങ്ങനെ വസുവാസ് ഉണ്ടാക്കും. ദിക്റുള്ളയിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ തിരിയുമ്പോഴൊക്കെ അത് മുതലെടുത്ത് ശൈത്താൻ നമ്മുടെ ഖൽബിൽ എന്തുണ്ടാക്കും? വസുവാസ് ഉണ്ടാക്കും. അതേ അവസരത്തിൽ ഫഇദാ ദക്കറല്ലാഹ ഖനസ, അള്ളാഹിനെ നമ്മൾ കൃത്യമായി ഓർക്കുന്നവനാണെങ്കിലോ അവൻ അവിടെ പ്രവർത്തിക്കാനാവാതെ അവൻ ഒളിഞ്ഞു പോകും. അതേ ഖന്നാസ് എന്നത് ശൈത്താന്റെ വിശേഷണമാണ്. വമിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വന്നാസ്. അതേ മനുഷ്യവർഗത്തിലുമുണ്ട് ജിന്നുവർഗത്തിലുമുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ ദുർബോധനങ്ങൾ നടത്തിയിട്ട് ഒളിഞ്ഞിരുന്നു കൊണ്ട് ദുർബോധനങ്ങൾ നടത്തുന്ന ദുശക്തികളുണ്ട്. അവരിൽ നിന്നുള്ള ശർറിന് കാവലായിക്കൊണ്ട് അല്ലാഹു നിശ്ചയിച്ച ദിക്റുകളെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നവർക്ക് അവരെ പരാജയപ്പെടുത്താനാകുന്നു. അതിനെ സംബന്ധിച്ച് അശ്രദ്ധയുള്ളവരുടെ ഹൃദയത്തിൽ അവന്റെ നന്നായി കളിക്കാൻ കഴിയുന്നു. അതുകൊണ്ടാണ് ഇസ്ലാം എപ്പോഴും പറഞ്ഞത്, ഏത് നല്ല കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവന്റെ പിന്നാലെ ഉണ്ടാവും ഇബ്ലീസ്, ശൈത്താൻ.
ഏറ്റവും പുണ്യമുള്ള ഒരു കാര്യല്ലേ? ഒരക്ഷരം പാരായണം ചെയ്താൽ 10 പുണ്യം ഓഫർ ചെയ്യപ്പെട്ടതാണല്ലോ പരിശുദ്ധ ഖുർആനിന്റെ പാരായണം. ഉറപ്പാണല്ലോ. എന്നാൽ അല്ലാഹ് പറയുന്നത് എന്താ? ഫഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. നീ ഖുർആൻ പാരായണത്തിന് ഒരുങ്ങുന്നതായാൽ അല്ലാഹുവിനോട് ശൈത്താനിൽ നിന്ന് കാവൽ ചോദിച്ചോളണം. നമുക്കൊക്കെ അനുഭവമാണ്. ഖുർആൻ ഓതാൻ ഇങ്ങോട്ട് ഇരുന്നാൽ ഒരു കഷ്ണം മോദി തീരൂല. അപ്പോഴേക്ക് കോട്ടുവായ വന്നു, പ്രശ്നങ്ങളായി, പല തിരക്കുകൾ ഇബ്ലീസ് മനസ്സിൽ കൊണ്ടുവന്നു, താല്പര്യമില്ലായ്മയായി, ഉറക്കം തൂങ്ങലായി, ക്ഷീണം തോന്നലായി, മടക്കി വെച്ചു, നമ്മൾ പോയി. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഗ്രന്ഥം നിവർത്തിപ്പിടിക്കുമ്പോൾ ശൈത്താൻ കളിക്കുന്ന കളിയാണ്. അതേ അവസരത്തിൽ ഫേസ്ബുക്കിലേക്ക് കണ്ണ് നട്ടാൽ, വാട്സപ്പിലേക്ക് നോക്കിയാൽ, മറ്റേതെങ്കിലും ആ രൂപത്തിൽ നമുക്ക് താല്പര്യമുള്ളത് ഇതിലേക്ക് ഇങ്ങനെ നിവർത്തി വെച്ച് കണ്ണും കാതും അതിന്റെ അക്ഷരങ്ങൾ പോലും ക്ലിയർ അല്ലെങ്കിൽ പോലും വളരെ സൂക്ഷിച്ച് നമ്മളിങ്ങനെ വരികൾക്കിടയിലൂടെ ശ്രദ്ധിച്ചു പോകുമ്പോൾ ഒരു തിരക്കും ശൈത്താൻ നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കൂല. 5 മിനിറ്റ് ശാന്തമായിരുന്ന് ഖുർആൻ ഓതാൻ തിരക്ക് തോന്നിപ്പിച്ച ശൈത്താൻ 1.5 മണിക്കൂറും 2 മണിക്കൂറും ഇരുന്ന ഇരിപ്പിൽ അനങ്ങാതെ, നടുവൊന്ന് നിവർത്തി നിൽക്കാൻ പോലും നിനക്ക് തോന്നാതെ നീ ആ ഫേസ്ബുക്കിലും വാട്സപ്പിലും സോഷ്യൽ മീഡിയകളിലും നിന്റെ സമയം കളയാൻ ശൈത്താൻ നിനക്ക് ഉത്ബോധനം തന്നുകൊണ്ടിരിക്കും. എവിടെയാ നമ്മൾ മനസ്സിലാക്കേണ്ടത്? എത്രയാ അവന്റെ ദുർബോധനത്തിന്റെ വ്യാപ്തി എത്രയാണ്. നന്മ മുടക്കും, തിന്മക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും ഉണ്ടാകും. നിങ്ങളൊരു സ്വതക്ക ചെയ്യാൻ വിചാരിച്ചാൽ അവിടെ നിങ്ങളുടെ മനസ്സിൽ ഇന്ന് വരെ തോന്നിയിട്ടില്ലാത്ത നിങ്ങളുടെ പ്രശ്നങ്ങളുടെയും നിങ്ങളുടെ പ്രയാസങ്ങളുടെയും ബാണ്ടക്കെട്ടുകൾ ഓരോന്നോരോന്നായി ശൈത്താൻ ഇങ്ങനെ മനസ്സിൽ നിവർത്തി വെക്കും. എന്തിന്? നല്ല മാർഗത്തിലേക്ക് ഒരു 100 ദിർഹം കൊടുക്കണം എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ ഉടനെ കൊടുത്തോളുണ്ടോ? ഉടനെ കൊടുക്കണം. അല്ലെങ്കിൽ എന്താ തരും? മറ്റേ ആളിങ്ങനെ പ്രശ്നത്തിന്റെ ബാണ്ടക്കെട്ട് ഒരുപാട് നടക്കുകയാണ്. ഈ 100 ദിർഹം ഇപ്പൊ അവിടെ എഴുതിയോ? നീ 100 ദിർഹം കൊടുത്തോ, അല്ലെങ്കിൽ 500 കൊടുക്കേ? നീ ആരാ? നിനക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാ? നിനക്ക് എന്തൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ട്. അതൊന്നും കൊടുക്കണ്ട, ഒരു 50 ആക്കിക്കോ. കുറച്ച് കഴിയുമ്പോ 5 ആവും, ചിലപ്പോ വേണ്ടാന്നും തോന്നും. അതാരാ കളിക്കുന്നത്? ശൈത്താനാ. കാരണം എന്താ? ശൈത്താൻ പണിയെടുക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അശ്ശൈത്വാനു യഇദുകുമുൽ ഫഖറ വയഅ്മുറുകും ബിൽ ഫഹ്ശാ വല്ലാഹു യഇദുകും മഗ്ഫിറതൻ മിൻഹു വഫദ്ലാ വല്ലാഹു വാസിഉൻ അലീം. സൂറത്തുൽ ബഖറ വളരെ കൃത്യമായിട്ട് അല്ലാഹു പറയും, അശ്ശൈത്താൻ, ശൈത്താൻ യഇദുകും, നിങ്ങളോടവൻ വാഗ്ദത്തം ചെയ്യും, അൽ ഫഖറ, ദാരിദ്ര്യാണ് പറയാൻ. കൊടുത്തു പോണ്ട, ദരിദ്രനായി പോകും, കുറഞ്ഞു പോകും. എന്നാലോ വയഅ്മുറുക്കും, അവൻ നിങ്ങളോട് കൽപ്പിച്ചുകൊണ്ടേയിരിക്കും, ബിൽ ഫഹ്ശായി, മോശപ്പെട്ട കാര്യങ്ങൾക്ക് സ്വതക്ക മോശപ്പെട്ട കാര്യങ്ങളിലേക്ക് ചെലവഴിക്കാൻ നല്ലോണം പ്രോത്സാഹനം ഉണ്ടാവും. അതിനൊരുങ്ങുമ്പോ ശൈത്താൻ നിങ്ങളുടെ ഒരു ചെലവും തോന്നിപ്പിക്കൂല. നാട്ടിലേക്ക് ഏതെങ്കിലും ഒരു അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത ഒരു മാർഗത്തിലേക്ക് വേണ്ടി കുറച്ച് പണം ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മളെ ആളുകൾ സമീപിച്ചാൽ അവിടെ നമ്മളോട് ശൈത്താൻ പറയും, നീ 500 ആണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? പോരാ, നിനക്ക് നാട്ടിൽ ഒരു പേരുണ്ടത് കളയരുത്, നിനക്ക് സമൂഹത്തിന്റെ ഇടയിൽ ഒരു ഐഡന്റിറ്റി ഉണ്ട്, അത് കുറഞ്ഞു പോകരുത്. അതുകൊണ്ട് 500 പോരെ, 700 ആവട്ടെ, 1000 ആവട്ടെ, അങ്ങോട്ടാക്കും. എന്താ? അത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത വഴിയാണ്. അവിടേക്ക് നല്ലോ കൊടുക്കാൻ പ്രേരിപ്പിക്കും. അതേ അവസരത്തിൽ നല്ല വഴിയിലേക്കാ കൊടുക്കുന്നുണ്ടെങ്കിൽ നീ അതിനൊന്നും ആയിട്ടില്ല, നീ കൊടുത്തു പോകണ്ട, ഫഖീറായി പോകും എന്നാണ്. എന്നാൽ അല്ലാഹ് പറയുന്നതോ, വല്ലാഹു യഇദുകും മഗ്ഫിറതൻ മിൻഹു വഫദ്ലാ, അല്ലാഹ് നിങ്ങളോട് പറയുന്നത് പാപമോചനം തരാം, ഞാൻ ധാരാളം നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരാം. അത്രത്തോളം കൊടുക്കാനൊക്കെ റബ്ബിന്റെ ഖജനാവിലുണ്ടോ? ഉണ്ട്, സംശയിക്കണ്ട. അല്ലാഹു വാസിഉൻ അലീം, അല്ലാഹ് വളരെ വിശാലനാണ്, ആർക്കൊക്കെ എത്രയൊക്കെ അളവിൽ കൊടുക്കണമെന്ന് നന്നായി അറിവുള്ളവനുമാണ്. ഇതെന്താ? ഇവിടെ ശൈത്താനാണ് ശ്രമം നടത്തുന്നത്. അപ്പൊ നല്ല മാർഗത്തിലൂടെയൊക്കെ നമ്മൾ പ്രവേശിക്കുമ്പോ ആ മാർഗത്തിലൊക്കെ കുത്തിയിരുന്ന് അതിൽ വഴിമുടക്കാൻ, അള്ളാഹിനെ പറ്റിയുള്ള ഓർമ്മ ശരിക്കില്ലാത്തത് മുതലെടുക്കാൻ, ഉടനെ വസ്വാസ് ഉണ്ടാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ശൈത്താനെ പുറകോട്ടടിപ്പിക്കാൻ, അവനെ തളർത്താനുള്ള ഏറ്റവും വലിയ ഔഷധം മുഅ്മിനിന്റെ കയ്യിലുള്ളത് ദിക്റുല്ലാഹ്. ദിക്റുല്ലാഹ്, അള്ളാഹുവിനെ നിരന്തരമായി ഓർക്കലാണ്. അള്ളാഹിനെ നിരന്തരമായി ഓർക്കലാണ്. ബിസ്മില്ലാ എന്ന് കേൾക്കുന്നത് പോലും സഹിക്കാനാവാത്തവനാണ് ശൈത്താൻ.
സഹിക്കാനാവാത്തവനാണ് ശൈത്താൻ. അത്രയും ദുർബലനാണ് അവൻ. വളരെ വലുതായി ഇങ്ങനെ വലിയ ആളായിട്ട് നടക്കുമ്പോൾ ഒരു ബിസ്മി കേൾക്കുമ്പോൾ അവൻ വളരെ ചെറുതായി കൊതുകോളമാകുമെന്ന റിപ്പോർട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒന്നുമല്ലാത്തവൻ, നിസ്സാരനാണവൻ, നിസ്സാരനാണ്. പക്ഷെ പിഴപ്പിക്കാൻ വല്ലാത്തൊരു പവറാണ്. അവിടെ മുഅ്മിനീങ്ങൾ അവനെ തളർത്തേണ്ടത് അവന്റെ ദിക്റിലൂടെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിലേക്ക്, വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ അല്ലാഹനെ ഓർത്തുകൊണ്ട് ബിസ്മി ചൊല്ലിക്കയറണം. എന്താ അങ്ങനെ പറയാൻ കാരണം? നിങ്ങളുടെ കൂടെ തന്നെയുള്ള ശൈത്താൻ നിങ്ങൾ ബിസ്മില്ല പറയുന്നുണ്ടോ എന്നാ നോക്കുന്നത്. ബിസ്മില്ല പറഞ്ഞില്ലെങ്കിൽ അവനും പറയാണ്, ഇന്ന് നമുക്ക് ഈ വീട്ടിൽ അക്കമഡേഷൻ കിട്ടി, അവനും കേറി കൂടെ. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന നേരത്ത് അല്ലാഹ് പറഞ്ഞു ബിസ്മില്ല പറയാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചു. അതെ, ബിസ്മില്ല ചൊല്ലി ഭക്ഷണം കഴിക്കുമ്പോൾ ശൈത്താൻ നിരാശനായി മാറിപ്പോയി. കാരണം അവന് മനസ്സിലായി, ഇന്നിവിടെ എനിക്ക് ഫുഡില്ല. അതേ അവസരത്തിൽ അള്ളാഹനെ ഓർക്കാതെ ഭവനത്തിലേക്ക് കയറി ബിസ്മില്ല ഒന്ന് ഉച്ചരിക്കാൻ പോലുമുള്ള സന്മനസ്സില്ലാതെ വാരി വലിച്ച് ഭക്ഷണം കഴിക്കുന്നവന്റെ കൂടെ ശൈത്താൻ ഇങ്ങനെ പൊട്ടിച്ചിരിച്ച് സന്തോഷത്തോടെ നിന്നുകൊണ്ട് പറയാണ്, ഇന്നത്തെ ദിവസം നമുക്കിവിടെ അക്കമഡേഷനും കിട്ടി, തീർന്നില്ല, ഫുഡും റെഡിയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിന്റെ ആശയ വിവർത്തനമാണ് നിങ്ങൾ ഇപ്പൊ കേട്ടത്. ഇതെന്താ? ഇവൻ ആ ബിസ്മില്ല വല്ലാത്തൊരു അലർജി. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അവിടെ പ്രയോഗിക്കാനായി ഇസ്ലാം പറയുന്നത്. ദേഷ്യം പിടിച്ചുകൊണ്ട് രണ്ടാളിങ്ങനെ മുഖം ചുവന്ന്, മുഖവും മൂക്കുമൊക്കെ ചുവന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തമായി ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ അവിടുന്നൊരു വാചകം പറഞ്ഞു. ഈ ദേഷ്യം പിടിക്കുന്ന മനുഷ്യനെങ്ങാനും എനിക്കറിയാവുന്ന ഒരു വാചകം അവരിപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ എല്ലാ ദേഷ്യവും ശമിച്ചു പോകുമായിരുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. അതവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇതൊക്കെ അവിടെ നിൽക്കുമായിരുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതേത് രംഗങ്ങളിൽ ആവശ്യമാണോ അവിടെയൊക്കെ ഹബീബ് ഇടപെട്ടു. നമുക്ക് വേണ്ടത് പഠിപ്പിച്ചു തന്നു, എല്ലാം പഠിപ്പിച്ചു തന്നു. അള്ളാഹനെ ധാരാളമായി ഓർക്കൂ എന്ന് പറയുമ്പോ എവിടുന്നാ ഈ ധാരാളം ഓർക്കാനുള്ളത്? അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നോടും നിങ്ങളോടുമുള്ള ചോദ്യം എന്താ? തയ്യാറുണ്ടോ പഠിക്കാൻ? ദിക്ർ ഇവിടെ ഒരുപാടുണ്ട്. രാവിലെ ഉണർന്നെഴുന്നേറ്റത് മുതൽ രാത്രി നിന്റെ എല്ലാ ജോലി തിരക്കുകളും അവസാനിച്ച് ക്ഷീണിതനായി നീ ശാന്തമായി ഒന്നുറങ്ങാൻ വേണ്ടി അള്ളാഹ് നിശ്ചയിച്ച രാത്രിയുടെ യാമങ്ങളിലേക്ക് നിന്റെ ആശ്വാസത്തിന്റെ ആ കൃത്യമായ നിലക്ക് നീ ചെന്ന് ചേർന്ന് നീ ഉറങ്ങുന്ന നിമിഷം വരെ ഓർക്കാനുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നില്ലേ? അവസാനം നീ പറയേണ്ട വാചകം എന്തായിരിക്കണം? ഒരു ഡേ അവസാനിക്കുമ്പോ, ആ ഡേ അവസാനിച്ച് നിന്റെ നൈറ്റിൽ നീ ഉറങ്ങുമ്പോ നിന്റെ നാവ് കൊണ്ട് നീ അവസാനം പറയേണ്ട വാചകം എന്തായിരിക്കണം എന്ന് വരെ പഠിപ്പിച്ചില്ലേ? ആമൻതു ബികിതാബികല്ലദീ അൻസൽത വബിനബിയികല്ലദീ അർസൽത. അല്ലാഹുവേ, നീ ഇറക്കി തന്നിട്ടുള്ള നിന്റെ വേദഗ്രന്ഥത്തിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. നീ ഞങ്ങളിലേക്ക് ദൂതനായി അയച്ചിട്ടുള്ള നിന്റെ നബിയിലും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ഇതായിരിക്കണം നിന്റെ അവസാന വാചകം. അത് പറഞ്ഞിട്ട് മറ്റു വർത്തമാനങ്ങളൊന്നും നീ പറയരുത്. അങ്ങനെ നീ അങ്ങ് ഉറങ്ങിയിട്ട് ആ രാത്രിയിൽ പ്രഭാതം പുലരുന്നതിന്റെ മുമ്പേ നീ അങ്ങ് മരിച്ചുപോയാൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നീ അവകാശിയാകുന്ന നിലക്കുള്ള ശുദ്ധ പ്രകൃതിയോടെയുള്ള മരണമാണ് നിനക്ക് ലഭ്യമാവുക. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഒന്ന് സ്വന്തത്തോടൊന്നും മനസ്സ് തട്ടിയിട്ട് ഈ ശബ്ദം ശ്രവിക്കുന്ന ആളുകളൊന്ന് ചോദിക്ക്, എനിക്ക് ആ പ്രാർത്ഥന അറിയോ? ഞാനത് ചൊല്ലാറുണ്ടോ? ഞാനത് പഠിച്ചിട്ടുണ്ടോ? ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക അർഫഉഹു ഇന്നം സക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫദ്ഹാ ബിമാ തഹ്ഫദു ബിഹി ഇബാദക സ്സാലിഹീൻ. അത് അതിന്റെയും മുമ്പ് പറയേണ്ടത്. ശേഷം പറയേണ്ടതായി അല്ലാഹുമ്മ ഇന്നി അസ്ലംതു നഫ്സി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക വഫവ്വദ്തു അംരി ഇലൈക റഗ്ബതൻ വറഹ്ബതൻ ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക ആമൻതു ബികിതാബികല്ലദീ അൻസൽത വബിനബിയികല്ലദീ അർസൽത. രാവിലെ അൽഹംദുലില്ലാ കൊണ്ട് തുടങ്ങിയ മുഅ്മിനിന്റെ ജീവിതം രാത്രിയിൽ നബിയികല്ലദീ അർസൽത കൊണ്ട് അവസാനിപ്പിക്കണം.
നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അറിയാമോ? വേണ്ടാത്തതൊക്കെ നമ്മൾ പഠിച്ച് തലയിൽ കയറ്റി വെച്ചിട്ടുണ്ട്, വേണ്ടതൊന്നും തലയിൽ കയറ്റി വെച്ചിട്ടില്ല. പിന്നെ നമ്മൾക്ക് എങ്ങനെയാ ഈമാൻ വർദ്ധിക്കുക? പിന്നെ നമ്മൾക്ക് എങ്ങനെയാണ് സുഹൃത്തുക്കളെ ഈമാൻ ഇങ്ങനെ തിളങ്ങി നമ്മുടെ കൽബിൽ നിൽക്കുക? പലപ്പോഴും നമ്മൾ പരാതി പറയാണ്, സ്വന്തത്തോട് തന്നെ പറയാണ്, എന്താണെന്നറിയുന്നില്ല, നിസ്കരിക്കാനെന്ന പലജാതി ചിന്തകളാ, ഈമാൻ കിട്ടുന്നില്ല. എന്തോ ആയത്ത് കേൾക്കുമ്പോഴോ ഹദീസ് കേൾക്കുമ്പോഴൊന്നും ഒരു പേടി തോന്നുന്നില്ല. എന്തോ പല കാര്യങ്ങളാൽ ഇങ്ങനെ മനസ്സിങ്ങനെ വിഷമിച്ചു കൊണ്ടിരിക്കുകയാണ്, പ്രയാസങ്ങൾ തന്നെയാണ്, ടെൻഷൻ തീരുന്നില്ല. എങ്ങനെയാ സഹോദരാ തീരാ? ഇത് തീരാനുള്ള മറുമരുന്ന് നമ്മെ സൃഷ്ടിച്ച റബ്ബ് പറഞ്ഞു തന്നിട്ട് അത് ചെവിക്കൊള്ളില്ലെങ്കിൽ പിന്നെ നമ്മൾ ആരോടായി പരാതി പറയുന്നത്? അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. മുഅ്മിനീങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം കിട്ടുന്നത് ദിക്റുള്ളയിലൂടെയാണ്. അല്ല, അറിയണം, എല്ലാവരോടും റബ്ബ് പറയാണ്, അറിയണം, പഠിച്ചു വെക്കണം. ബിദിക്രില്ലാഹ്, അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ശരിയായ സ്മരണയൊന്നുകൊണ്ട് മാത്രമേ ഹൃദയങ്ങളുടെ കാറ്റും കോളും അടങ്ങുകയുള്ളൂ, ഹൃദയത്തിന്റെ അലമാലകൾക്ക് അടക്കം കിട്ടുകയുള്ളൂ, ഹൃദയത്തിൽ അടിച്ചുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങൾക്ക് അയവ് വരുന്നത്, സമാധാനം കിട്ടുന്നത് നിന്റെ റബ്ബ് നിന്നെ ഓർക്കാൻ പറഞ്ഞിടത്തൊക്കെ കൃത്യമായി നീ ഓർക്കുമ്പോൾ മാത്രമാണ്. അല്ലെങ്കിൽ നിന്റെ ഹൃദയത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശൈത്താൻ കൂടുകൂട്ടിയിട്ടുണ്ട് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് നമ്മൾ കേട്ടില്ലേ? അവനെ തളർത്താനുള്ള മാർഗങ്ങൾ പറഞ്ഞില്ലേ? പക്ഷേ അതിലേക്ക് ചെവി കൊടുക്കാൻ നമ്മൾ തയ്യാറില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാണ്, ഈമാൻ വർദ്ധിക്കാൻ ആവശ്യമായ ഈ ഒരു പരമപ്രധാനമായ വശം നമ്മൾ അവഗണിച്ചു പോകരുത്, നമ്മൾ അവഗണിക്കരുത്. അവഗണിച്ചാൽ നമ്മുടെ മനസ്സിന്റെ സ്വസ്ഥത നഷ്ടപ്പെടും. അവഗണിച്ചാൽ നമുക്ക് കുടുസായ ജീവിതമാണ് ഇവിടെയും ഉണ്ടാകുന്നത്, ഖബറിലും ഉണ്ടാകുന്നത്. ഇത് എന്റെ വാചകമല്ല. വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ളൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. വളരെ കൃത്യമായി നമ്മെ പഠിപ്പിച്ചു. അവൻ അഅറദ, ആരെങ്കിലും അവഗണിച്ചാൽ, നമ്മോടാ പറയുന്നത്, ആരെങ്കിലും അവഗണിച്ചാൽ. ആ ആയത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞവരുടെ കൂട്ടത്തിൽ നിന്ന് അല്ലാഹ് നമ്മളെ രക്ഷിക്കട്ടെ. വെറും പ്രാർത്ഥന കൊണ്ട് കാര്യമില്ല, ആ കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെടണേ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം അല്ലാഹ് പറഞ്ഞവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതെ റബ്ബിനെ ശരിക്ക് സ്മരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടത് ചെയ്യുകയും വേണം. അതാ ഇസ്ലാമിന്റെ പ്രത്യേകത. ഇസ്ലാമിൽ കേവലം പ്രാർത്ഥിക്കുന്ന ചുണ്ടുകൾ അല്ലാഹ്ക്ക് ആവശ്യമില്ല. കേവലം പ്രാർത്ഥിക്കുന്ന ചുണ്ടിൽ മാത്രമേ ആ ദുആ ഉണ്ടാവുള്ളൂ, അത് ഹൃദയത്തിൽ തട്ടൂല. അള്ളാഹ് എനിക്ക് പുറത്തു തരണേ, അള്ളാഹ് എനിക്ക് ഹിദായത്ത് തരണേ എന്നൊക്കെ പറയും. അള്ളാഹ് പാപം പൊറുക്കാൻ വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യൂല. അള്ളാഹ് ഹിദായത്തിലാക്കാൻ നിശ്ചയിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിലേക്കൊന്നും കണ്ണും കാതും കൊടുക്കൂല. എന്നാലോ പടച്ചോനെ എനിക്ക് റിസ്ക് തരണേന്ന് പ്രാർത്ഥിക്കും. റിസ്ക് കിട്ടാൻ വേണ്ടി ഓവർ ടൈം അടക്കം ഓടി നടക്കും ചെയ്യും. എന്നാലോ ഹിദായത്ത് ചോദിക്കും, ഹിദായത്ത് കിട്ടാണ്ട മാർഗത്തിലേക്ക് ചെവി കൊടുക്കൂല. ഇത് എന്തൊരു നയമാണ് സുഹൃത്തുക്കളെ! അതുകൊണ്ട് ഇസ്ലാം പറയുന്നത്, നിന്റെ കേവല പ്രാർത്ഥന എനിക്ക് വേണ്ട, പ്രാർത്ഥന സാർത്ഥകമായി തീരുന്ന നിലക്കുള്ള പ്രവർത്തനം വേണം, അതിനുവേണ്ട പണിയെടുക്കണം. അപ്പൊ വമൻ അഅറദ അൻ ദിക്രി, എന്നെ സ്മരിക്കുന്ന സ്മരണയിൽ നിന്ന് ആരെങ്കിലും അവഗണനാനയം സ്വീകരിച്ചുകൊണ്ട് പിന്തിരിഞ്ഞു പോയാൽ, അല്ലാഹു തആല പറയുന്നത് അവന്റെ ജീവിതം വളരെ കുടുസായിരിക്കും. വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകാ. മഈശത്തുൻ ദൻക് എന്ന് പറഞ്ഞാൽ എന്താ? കുടുസായ ജീവിതം. ഒരുപാട് കിട്ടണൊക്കെ ഉണ്ടാവും അവന്, തികയൂല. 3000, 4000, 10000, 25,000 ഒക്കെ കയ്യിൽ വരുന്നുണ്ട്. സമാധാനം എന്നറിയണതില്ല, പ്രശ്നങ്ങളാണ്. ഉറങ്ങണമെങ്കിൽ വല്ല ഗുളികയും വേറെ കഴിച്ചിട്ട് വേണം. കാശും പണത്തിനും സൗകര്യത്തിനൊന്നും കുറവില്ല, ടെൻഷനാണ്. മനസ്സ് വളരെ വിശാലമാകേണ്ടിയിരുന്നു, പക്ഷെ കുടുങ്ങിപ്പോയിരിക്കുകയാണ്. ഖബറിലും അതന്നെ അവന്റെ അവസ്ഥ. ഖബറിൽ വെക്കാൻ കാത്തു നിൽക്കുകയാണ് അവന്റെ കുടുക്കാൻ.
മാത്രമല്ല നാളെ പരലോകത്തേക്ക് അവൻ വരുന്ന വരവെങ്ങനെയാണ്? ഖബറിൽ നിന്ന് എഴുന്നേറ്റ് ജനകോടികൾ റബ്ബിന്റെ കോടതിയിലേക്ക് പോകുന്ന രൂപം പറയുന്നിടത്ത് ദിക്റിനെ ഒഴിവാക്കി അല്ലാഹുവിനെ തീരെ ചിന്തയില്ലാതെ തെമ്മാടിയായി ജീവിച്ചവൻ അവന്റെ ഖബറിൽ നിന്ന് മഹ്ശറിലേക്ക് പോകുന്ന അവിടെ പോയി നിൽക്കുമ്പോൾ വനഹ്ശുറുഹു, അല്ലാഹ് പറയാണ്, നാം അവനെ ഒരുമിച്ച് കൂട്ടും യൗമൽ ഖിയാമത്തി അഅ്മാ. ദുനിയാവിൽ വളരെ പലതും കണ്ട് രസിച്ച കണ്ണുകളാണ്, ആസ്വദിച്ച അവന്റെ കണ്ണുകളാണ്, നല്ല പവറുള്ള ഈ കുഞ്ഞിക്കണ്ണുകൾ. അവന്റെ കാഴ്ചക്ക് അറ്റമില്ലാത്ത നിലക്കവൻ പലതും കണ്ട് ആസ്വദിച്ച് ഒരു നിരോധങ്ങളെയും അവൻ ചെവി കൊടുക്കാതെ അല്ലാഹ് തന്ന കണ്ണുകൊണ്ട് ഹറാമുകളൊക്കെ കണ്ട് മതിച്ച് ഉല്ലസിച്ച് നടന്നവനായ മനുഷ്യൻ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് മഹ്ശറിലേക്ക് പോകുമ്പോ അവന്റെ കണ്ണുകൾക്ക് കാഴ്ചയില്ല. രണ്ട് കണ്ണിന്റെയും കാഴ്ച പോയി അന്ധനായി നിലക്കാണ് മഹ്ശറിൽ വരുന്നത്. ആ സമയത്ത് ഈ മനുഷ്യൻ റബ്ബിനോട് ചോദിക്കും, റബ്ബി, എന്റെ റബ്ബേ, ലിമ ഹശർതനി അഅ്മാ, നീ എന്നെ എന്തേ ഇങ്ങനെ കണ്ണ് പൊട്ടനാക്കി ഇവിടെ കൊണ്ടുവന്നത്? വഖദ് കുന്തു ബസീറാ, ഞാൻ നല്ല കാഴ്ചയുള്ളവനായിരുന്നല്ലോ ദുനിയാവിൽ, എന്റെ കണ്ണിനെന്ത് പവറായിരുന്നു, ഇപ്പൊ എവിടെ പോയി എന്റെ കാഴ്ച, എവിടെ പോയി റബ്ബേ എന്ന് മനുഷ്യൻ റബ്ബിനോട് ചോദ്യം ചോദിക്കുമ്പോ അല്ലാഹ് പറയും, എന്ത്? ലിമ ഹശർതനി അഅ്മാ വഖദ് കുന്തു ബസീറാ എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹ് പറയും, ഖാല കദാലിക്, പ്രകാരം തന്നെയാണടോ, നിനക്ക് ഇവിടെ ഇത് തന്നെയാ കിട്ടാനുള്ളത്. കാരണം നീ ഒന്ന് ചിന്തിച്ചു നോക്ക്, അതത്ക ആയാതുനാ ഫനസീതഹാ, നിനക്ക് എത്ര ആയത്തുകളാടോ എന്റെ പക്കൽ നിന്ന് വന്നത്, എത്ര ആയത്തുകളാടോ നീ പഠിച്ചത്, എത്ര ഹദീസാടോ നീ കേട്ടത്, എത്ര നിയമങ്ങളാണോ നീ കേട്ടുപഠിച്ചത്. പക്ഷേ അതൊക്കെ അനുസരിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിക്കാൻ ബാധ്യസ്ഥനായിരുന്ന നീ ആ ദുനിയാവിൽ എന്നെ ധിക്കരിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം എന്നെ കണ്ടുമുട്ടേണ്ടി വരുമെന്ന ചിന്തയില്ലാതെ എല്ലാം മറന്നുകൊണ്ട് നീ ജീവിച്ചില്ലേ? ഫനസീതഹാ, നീ അതൊക്കെ മുഴുവനും മറന്നിട്ടല്ലേ അവിടെ ജീവിച്ചത്. അതുപോലെ വകദാലിക, അപ്രകാരം തന്നെ അൽയൗമ തുൻസാ, നിന്റെ കാര്യവും ഇന്നിവിടെ മറക്കപ്പെട്ടിരിക്കുകയാണ്. നിന്റെ പ്രശ്നത്തിന് പരിഹാരമില്ല, നിനക്കിനി രക്ഷയില്ല. മുന്നോട്ട് നോക്കിയാൽ കാണുന്നത് നരകം മാത്രം, വലതുവശത്ത് നോക്കിയാൽ കാണുന്നത് നിന്റെ അമലുകൾ മാത്രം, ഇടതുവശത്ത് നോക്കിയാലും കാണുന്നത് നിന്റെ അമലുകൾ മാത്രം. പല തെമ്മാടിത്തത്തിനും ധിക്കാരത്തിനും തോന്നിവാസത്തിനും നിന്നെ പ്രേരിപ്പിച്ച കൂട്ടുകാരെ നിന്റെ കൂടെ കാണുന്നില്ലല്ലോ. നിന്നെ തിന്മയിലേക്ക് നയിച്ച പലരും ഉണ്ടായിരുന്നില്ലേ? പാർട്ടിക്ക് വേണ്ടി, രാഷ്ട്രീയത്തിന് വേണ്ടി, അതുപോലെ തന്നെ മറ്റു പല ഉദ്ദേശങ്ങൾക്കും വേണ്ടി റബ്ബിന്റെ നിയമങ്ങളെ പച്ചയായി നീ പിച്ചി ചീന്തിയിട്ട് കാറ്റിൽ പറത്തി നീ ജീവിച്ചപ്പോ ഇവിടെ വരണം എന്ന ചിന്തയില്ലാതെ തെമ്മാടിയായി ജീവിച്ചവനല്ലേ? നിനക്കിനി പോകാനുള്ളത് നരകം മാത്രമാണ്. നിന്നെ നശിപ്പിച്ചവരും പഴപ്പിച്ചവരും നിനക്ക് വേണ്ട പ്രോത്സാഹനം നൽകിയവരും നിന്നെ ജയ് വിളിച്ച് പൊക്കി നടന്നവരുമൊന്നും ഇന്നത്തെ ദിവസം നിനക്ക് രക്ഷയില്ല. നീ എനിക്ക് വേണ്ടി പണിയെടുത്ത വല്ല അമലുമുണ്ടെങ്കിൽ അതല്ലാതെ ഇന്നത്തെ ദിവസം നിനക്ക് സമാധാനത്തിന്റെ മാർഗമില്ലെന്ന് റബ്ബവിടെ വെച്ച് പറയുമ്പോ അവിടെ വെച്ച് വിലപിച്ച് വിരൽ കടിക്കുകയാണ് അക്രമി. അവിടെ വെച്ച് വിരൽ കടിച്ച് മനുഷ്യൻ അവന്റെ കൈകൾ ഇങ്ങനെ കടിച്ചിട്ട് സങ്കടപ്പെട്ടുകൊണ്ട് വിലപിക്കുകയാണ്. മഹ്ശറിൽ വെച്ചുകൊണ്ടവൻ പറയുകയാണ്, എന്റെ റസൂൽ എനിക്ക് പഠിപ്പിച്ചു തന്ന ആ ഈമാനിന്റെ മാർഗത്തിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ ഞാൻ എന്റെ ജീവിതത്തിൽ കൊണ്ട് നടന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇവനെയും മറ്റവനെയും ഒക്കെ ഞാൻ എന്റെ ഉറ്റ ചങ്ങാതിയാക്കി സ്വീകരിച്ചതാണല്ലോ ഞാൻ ഈ നശിച്ചു പോയത്. അതില്ലാതെ ആയിപ്പോയെങ്കിൽ എന്നവിടെ വെച്ച് വിലപിക്കുന്നു. പക്ഷെ ആ വിലാപത്തിന്റെ നതീജ, അതിന്റെ റിസൾട്ട് ഒരു ബിഗ് സീറോയാണ്. ശുദ്ധ ശൂന്യത, ഒന്നും നേടാനില്ല.
ഒരു രൂപത്തിലുള്ള കാര്യം അവിടെ കിട്ടാനില്ല. എന്താ കാരണം? അടിസ്ഥാനം പഴച്ചുപോയി. അതുകൊണ്ടാ റബ്ബ് പറയുന്നത് ദിക്ർ നിന്റെ മനസ്സിൽ എപ്പോഴും വേണം. അതിരാവിലെ എഴുന്നേൽക്കുമ്പോ ദിക്ർ വേണം. അതിന്റെ അർത്ഥം പഠിക്കണം, ആശയം പഠിക്കണം. ഒരുപാട് ദിക്റുകളുടെ കൂമ്പാരം തന്നെ ഹബീബ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സുബഹി നിസ്കരിച്ച് സൂര്യൻ ഉദിക്കുന്നതിന്റെ ഇടക്ക് ചൊല്ലി തീർക്കേണ്ട ദിക്റുകളുണ്ട്, മഗ്രിബിന്റെ മുമ്പ് ചൊല്ലി തീർക്കേണ്ട ദിക്റുകളുണ്ട്, രാത്രിയിൽ ചൊല്ലേണ്ട ദിക്റുകളുണ്ട്, പകലിൽ ചൊല്ലേണ്ട ദിക്റുകളുണ്ട്, വ്യത്യസ്ത ഘട്ടങ്ങളിൽ ചൊല്ലേണ്ട നൂറുകണക്കിന് ദിക്റുകളുണ്ട്. പക്ഷേ പഠിച്ചിട്ടുണ്ടോ എങ്കിൽ അത് പഠിക്കാതെ റബ്ബ് വിടൂല, രക്ഷപ്പെടൂല. അതെങ്ങനെ വേണം? ആ ദിക്റുകൾ ഇങ്ങനെ കേവലം ചുണ്ടുകൾ കൊണ്ട് പറഞ്ഞു പോയാൽ പോരാ. ആ പറയുന്നത് എന്താണെന്ന് ചിന്തിച്ചു പറയണം, ആലോചിച്ചു പറയണം, അർത്ഥം പഠിച്ചു പറയണം. അതുകൊണ്ട് തന്നെ ആ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം നല്ല ശ്രദ്ധ നമുക്ക് ആവശ്യമാണ്. എന്താണ് ഞാൻ പറയുന്നതെന്ന് അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് പറയണം. അപ്പൊ നമ്മുടെ ഈമാൻ ഇങ്ങനെ കൂടും. പ്രതിസന്ധിയും പ്രയാസവും വരുമ്പോ അള്ളാഹ് പറഞ്ഞു ആവർത്തിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ. എന്തിനാ? പ്രതിസന്ധിയും പ്രശ്നവും വരുമ്പോഴാണ് അള്ളാഹ് ഇല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാനും, അള്ളാഹ് ഇല്ലാത്തവരുടെ മുമ്പിൽ പോയി സുജൂദ് ചെയ്യാനും, അള്ളാഹ് ഇല്ലാത്തവർക്ക് വേണ്ടി നേർച്ച വഴിപാടുകൾ കൊടുക്കാനും, അള്ളാഹ് ഇല്ലാത്തവർക്ക് വേണ്ടി മൃഗങ്ങളെ ബലിയർപ്പിക്കാനും ഒക്കെ മനുഷ്യന് പ്രേരിപ്പിക്കുക എപ്പോഴാണ്? അപകടങ്ങളിലും പ്രയാസങ്ങളിലും പ്രതിസന്ധികളും ഒക്കെ കുന്നുകൂടി ഒന്നിനു മീതെ മറ്റൊന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോ. അതുകൊണ്ട് അത്തരം ഘട്ടങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൂടുതൽ പറയാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുആഉൽ കർബുകൾ നിങ്ങൾ മുഴുവൻ എടുത്ത് പരിശോധിച്ചു നോക്കൂ. വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ ചൊല്ലാൻ പഠിപ്പിച്ച ദിക്റുകളിലൊക്കെ തൗഹീദിന്റെ പ്രാമുഖ്യമാണ് വിളിച്ചറിയിക്കുന്നത്. വിഷമങ്ങൾ ഉണ്ടാകുന്നവനോട് അള്ളാഹ് പറഞ്ഞു, അള്ളാന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾക്ക് വിഷമങ്ങളും പ്രയാസങ്ങളും ബാധിക്കുമ്പോ നിങ്ങൾ പറയണം ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അളീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അളീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. എത്ര പേർക്ക് അറിയാം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്? നമ്മൾ സ്വന്തത്തോടൊന്ന് ചോദിക്കണ്ടേ? എന്നിട്ട് ടെൻഷനാണ് എന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. മനുഷ്യന്മാരോട് ഈ പരാതി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അയാൾ അതിനേക്കാണ് വലിയ ടെൻഷനിൽ നടക്കുന്ന ആളോടാ പോയിട്ട് പറയണം എനിക്കിന്ന് ഭയങ്കര ടെൻഷനാണ്. അള്ളാനോട് പറ നിന്റെ ടെൻഷൻ. അള്ളാഹ് പറയാണ് നിനക്ക് വിഷമുണ്ടോ? നീ എന്നോട് പറ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽ അളീം, മഹാനായ അള്ളാഹ്, ദുർബലനായ അല്ല. മനുഷ്യൻ ദുർബലനാ, അള്ളാഹ് അളീമാ. ഹലീം, എന്തും കേട്ട് സഹിക്കാൻ തയ്യാറുള്ള അള്ളാഹ്. നിങ്ങൾ 2 പ്രാവശ്യം പോയിട്ട് 3ാമത്തെ പ്രാവശ്യം നിങ്ങളുടെ റൂംമേറ്റിനോട്, നിങ്ങളുടെ സുഹൃത്തിനോട് നിങ്ങളെ സങ്കടം പോയി പറഞ്ഞൊക്കെ 4ാം തവണ നിങ്ങളെ കാണുമ്പോൾ അയാൾ മുങ്ങും. എന്താ പ്രശ്നം? എന്തോ പറയാൻ വരികയാണ്, കേട്ടും എടുത്തു. സബറില്ല. അള്ളാഹ് ഹലീമാ. അള്ളാഹ് ലഈഫല്ല, സഗീറല്ല, അളീമ. അള്ളാഹ് ഹലീമാണ്, എന്തും കേൾക്കാൻ ക്ഷമയാണ്. എത്ര നിങ്ങൾ ചോദിക്കണതോ അത്രയും അവന് ഇഷ്ടാണ്. ആ ദിക്റിയല്ല ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അളീമുൽ ഹലീം. ഇനിയോ എന്തും അധികാരം പവറുള്ള റബ്ബാണ്, ഒന്നിനും കഴിവില്ലാത്ത മനുഷ്യനല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബുൽ അർശിൽ അളീം. ആകാശഭൂമികളുടെ മുഴുവനും അതിന്റെയൊക്കെ മീതെ ഇരിക്കുന്ന അർശിന്റെ അധിപനായ റബ്ബ്. തീർന്നില്ല, അവന്റെ അടുക്കൽ എല്ലാം അവന്റേതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. സപ്താകാശങ്ങളുടെയും സപ്തഭൂമിയുടെയും അഥവാ 7 ആകാശങ്ങളുടെയും 7 ഭൂമിയുടെയും അധിപനായ റബ്ബ്. നല്ല പവറുള്ളവനാ, അവനെ തന്നെ വിളിച്ചോ എന്നാണ് ആ പറയണത്. ഇതാദ്യം വിഷമുണ്ടാവുമ്പോ എവിടേക്കേലും പോകും, അവിടെ പോകും, ഒരു നൂല് മന്ത്രിക്കും, ഒരു ചരട് കെട്ടും, വേറെന്തെങ്കിലും പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകും. അള്ളാഹ് പറയണ നീ എന്റെ അടുക്കലേക്ക് വാ. നിനക്ക് പ്രയാസമുണ്ടോ? വിഷമം വരുമ്പോ ദിക്ർ ചൊല്ലാൻ പറയണ്. അല്ലാഹ് വിളിക്കാൻ. അല്ലാഹ് കണ്ടോ, വിഷമം വരുമ്പോൾ ഒരു ദിക്റായി പറയുന്നത്. അല്ലാഹ് അല്ലാഹു റബ്ബി വലാ ഉശ്രികു ബിഹി ശൈആ. കണ്ടോ, വിഷമം ഉണ്ടാകുമ്പോ പറയാൻ പഠിപ്പിച്ച ദിക്ർ. എന്തിനാ അവിടെ അത് പറയാൻ പഠിപ്പിക്കുന്നത്? നിങ്ങൾ നോക്കൂ, എത്ര ദിക്റുകൾ. ആ ദിക്റുകളിലൊന്നും ഇത് പറയുന്നില്ലല്ലോ. വിഷമം വരുമ്പോ വിളിക്കാൻ പറയാം അല്ലാഹ്, അല്ലാഹു റബ്ബി, അള്ളയാണ് എന്റെ രക്ഷിതാവ്, അവനാ മാത്രാണ് എന്റെ യജമാനൻ. ലാ ഉശ്രികു ബിഹി ശൈആ, അവനിൽ ഞാൻ യാതൊന്നിനെയും പങ്കുചേർക്കൂല. അതിങ്ങനെ പറയിപ്പിക്കുക എപ്പോ? വിഷമം വരുമ്പോ. കാരണം എന്താ? വിഷമം വരുമ്പോഴാണ് ശിർക്ക് ചെയ്യുക.
വിഷമം വരുമ്പോഴാണ് ഇങ്ങനെ ഓരോരുത്തർ വന്ന് വസ്വാസം ഉണ്ടാക്കി. ഞങ്ങൾ ഒരുപാട് ചികിത്സ ചെയ്തില്ല, അവിടെ ഒന്ന് പോയി നോക്കി, ഇവിടെ ഒന്ന് പോയി നോക്കി, ഇവിടെ ഒന്ന് മൂടി നോക്കി, അവിടെ ഒന്ന് കെട്ടി നോക്കി, അവിടെ നിന്ന് അർത്ഥം നോക്കി എന്നൊക്കെ പറയൂലേ. അതെ, അത് വിഷമമാണ് മുതലെടുക്കുക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇനിയും നോക്കൂ നിങ്ങൾ പ്രയാസം വരുമ്പോ ധാരാളം ദിക്റുകൾ, ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല, എത്ര ദിക്റുണ്ട്. എന്തൊരാശ്വാസമാണ്, മനസ്സിന് വല്ലാത്ത ആശ്വാസം പകരും അത്തരത്തിലുള്ള ദിക്റുകൾ. നമ്മൾ ചിന്തിക്ക് ശരിക്ക്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് വളരെ ഗൗരവത്തോടെ പറയാണ്, രാവിലെ എഴുന്നേറ്റ സമയം മുതൽ നമുക്ക് ദിക്ർ തുടങ്ങുകയും ഉറങ്ങുന്നത് വരെ ചൊല്ലാനുള്ള ദിക്റുകൾ. നിങ്ങൾ അതൊക്കെ ഒന്ന് ഒരു ദിവസം അല്ല ഒരാഴ്ച കൊണ്ട് ഒരു ദിക്ർ പഠിച്ചുകൂടെ സുഹൃത്തുക്കളെ? ഒരു ദിക്ർ നിങ്ങൾ അങ്ങനെ പഠിക്കും. ഒരാഴ്ച കൊണ്ട് ഇത് നിങ്ങൾക്ക് ബിസിയാണ്, തിരക്കാണ്, അങ്ങനെയൊക്കെ ഒരാഴ്ച കൊണ്ട് പഠിച്ചാൽ പോരാ, വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കണം. എന്നാൽ ഒന്നുമില്ലാത്തിൽക്കും ഭേദമല്ലേ ഒരാഴ്ച കൊണ്ട് ഞാൻ ഒരു ദിക്ർ പഠിക്കും. ഇപ്പൊ രാവിലെ എഴുന്നേൽക്കുമ്പോ എന്താ പറയേണ്ടതെന്ന് അറിയുന്നവരും അറിയാത്തവരും ഉണ്ടാകും. ഇപ്പൊ എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങൾക്കിടയിൽ അറിയുന്നവർക്ക് പോലും തെറ്റുകൂടാതെ പറയാൻ അറിയാത്തവരും ഉണ്ടാകും. തെറ്റുകൂടാതെ പറയാൻ പഠിച്ചവർക്ക് പോലും അർത്ഥമറിയാത്തവരും ഉണ്ടാകും. ഇങ്ങനെ പല കാറ്റഗറിയിലാവും ആളുകൾ. ഒരു മാറ്റം സുഹൃത്തുക്കളെ, നമ്മളായിട്ട് നമുക്കൊരു മാറ്റം വരുത്തിയില്ലെങ്കിൽ ആരാ പിന്നെ നമ്മുടെ കൽബിൽ മാറ്റം വരുത്തുക? നമ്മളിൽ ഒരു മാറ്റത്തിന് നമ്മൾ തയ്യാറില്ലെങ്കിൽ ആർക്ക് മാറ്റാൻ സാധിക്കും? അതുകൊണ്ട് ദുആകളുടെയും ദിക്റുകളുടെയും ലോകം വിശാലമാണ്. അത് നമ്മുടെ ഈമാനിന്റെ വർധനവിന് അനിവാര്യമാണ്. ജീവിതത്തിൽ നല്ല സമാധാനം കിട്ടും, നല്ല സ്വസ്ഥത കിട്ടും, വലിയ ശാന്തി ലഭിക്കും. ഇതൊക്കെ അള്ളാന്റെ ഓഫറാണ്. അള്ളയാ നമ്മളോട് പറയുന്നത്. ഇസ്ലാമിലെ പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും എന്ന നിലക്ക് സുഹൃത്തുക്കളെ നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ രാവിലെ എഴുന്നേറ്റത് മുതൽക്ക് രാത്രി ഉറങ്ങും വരേക്കുമുള്ള പ്രാർത്ഥനകൾ, പ്രകീർത്തനങ്ങൾ, CD അല്ലെങ്കിൽ MP3 ഒക്കെ നിങ്ങൾക്ക് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് ലഭ്യമാകും. ഓരോ ദുആയും എങ്ങനെ ചൊല്ലണം, എത്ര തവണ ചൊല്ലണം, അതിന്റെ അർത്ഥമെന്ത്, ആശയമെന്ത്, അത് നമുക്ക് പകർന്നു തരുന്ന മെസ്സേജ്, സന്ദേശമെന്ത് എന്നൊക്കെ വിശദീകരിക്കുന്ന 1041 പ്രഭാഷണങ്ങളുടെ സമാഹാരം നിങ്ങൾക്ക് സോഷ്യൽ മീഡിയകളിലെയോ അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തകരെയൊക്കെ സമീപിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളതൊന്ന് പഠിക്കണം സുഹൃത്തുക്കളെ. ഇതൊരു വിനീതമായ അപേക്ഷയാണ്. നമ്മൾ വെറുതെ കാര്യങ്ങൾ കേട്ടുപോയാൽ പോരാ, പഠിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സിയാദത്തുൽ ഈമാൻ, ഈമാനിന്റെ വർധനവുണ്ടാകണം. അത് നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ അള്ളാഹു നമ്മോട് പറഞ്ഞു തന്നിട്ടുള്ള ഘട്ടങ്ങളിലൊക്കെ അവനെ മറക്കാതെ സ്മരിക്കാൻ നമുക്ക് കഴിയണം. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, ഈ ദിക്റുല്ലാ എന്ന് പറയുന്നത് കേവലം നാവുകൊണ്ടുള്ള ചില മന്ത്രോച്ചാരണങ്ങൾ മാത്രമായി തരം താഴരുതെന്ന്. അത് ബോധപൂർവം പറഞ്ഞതാ. കാരണം എന്താ അറിയോ, അവിടുക്കും ചിന്തിച്ചിട്ട് ഇങ്ങനെ ദിക്റിലിട്ട് കാര്യമൊന്നുമില്ല. മനസ്സറിയണം. അതുപോലെ ഏതൊരു ഘട്ടത്തിലും അള്ളാനെ ഞാൻ ഓർക്കുക എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ നടന്നു പോവുകയാണ്. ഇങ്ങനെ നടന്നു പോകുമ്പോ എതിർവശത്ത് നിന്ന് ഒരു സൗന്ദര്യമുള്ള ഒരു പെണ്ണിങ്ങനെ വരിക. അപ്പൊ ആരും കാണില്ല. ഞാനൊന്നിങ്ങനെ നോക്കി, ആദ്യ ദൃഷ്ടിയിലുള്ള നോട്ടം എന്റേതല്ല, അതങ്ങനെ പെട്ടുപോയി. പിന്നെയും ഞാൻ മനഃപൂർവ്വം നോക്കുന്ന ആ നോട്ടം, ആ സമയത്ത് രണ്ടാമത് നോക്കാൻ തോന്നുന്ന വേളയിൽ എന്റെ മനസ്സിൽ ദിക്റുള്ള, അതൊരു ദിക്റാണ്. അത് നാവുകൊണ്ട് പറയലല്ല, എന്റെ മനസ്സിൽ തോന്നുകയാണ്. യഅലമു ഖായിനത്തൽ അയുൻ വമാ തുഖ്ഫിസ് സുദൂർ, കണ്ണുകളുടെ കട്ടുനോട്ടം അറിയുന്ന റബ്ബ്, ഹൃദയങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചവയെ അറിയുന്ന റബ്ബ്, അവൻ കാണുന്നു. വേണ്ട, ഞാൻ ചെയ്യണ്ട കേട്ടോ. അള്ളാഹിനെ പറ്റിയുള്ള ഓർമ്മ വന്നപ്പോ ഹൃദയത്തിൽ ചേഞ്ച് വന്നു. ഇതാ ദിക്ർ. ഓരോ സമയത്ത് നമ്മളൊരു കച്ചവടത്തിന് ഒരുങ്ങാണ്, ഒരു കടയിലിരിക്കുകയാണ്. വില നിലവാരമൊന്നും അറിയാത്തൊരു വിദേശി വന്നു ഒരു സാധനത്തിന്റെ വില ചോദിച്ചു. ഇത് എവിടുന്ന്, ഏതിന്റെ പ്രൊഡക്റ്റാന്ന് ചോദിച്ചു. നമുക്ക് അയാളോട് എന്ത് കളവും പറയാം. ഒറിജിനൽ സാധനമാണ്, ഇന്നലെ ഇറങ്ങിയിട്ടേ ഉള്ളൂ, ഇന്ന കമ്പനിയാണ് എന്നൊക്കെ പലതും പറയാം. അതിന്റെ വില എത്രയാണെന്നൊക്കെ പറയാം. അതൊക്കെ പറഞ്ഞ് അയാൾ തരും ചെയ്യും. സാധുവാണ്. അയാൾക്ക് മാർക്കറ്റിനെ പറ്റിയോ അവിടുത്തെ വില നിലവാരത്തെ പറ്റിയോ ഒന്നും അറിയാത്തൊരു കസ്റ്റമറാണ്. അയാൾ കയറി വന്നു. നല്ല അവസരമാണ്, ഇപ്പം വമ്പൻ മുതലെടുക്കാൻ പറ്റുന്ന ഒരവസരം. അപ്പൊ ഇയാളെ മനസ്സിലിങ്ങനെ തോന്നി, ഇയാൾക്കറിയില്ലെങ്കിലും എന്നെ സൃഷ്ടിച്ച റബ്ബ് ഇപ്പം അങ്ങനെ നിരീക്ഷണം നടത്തുകയാണല്ലോ. ഇപ്പൊ ഈ കസ്റ്റമറോടുള്ള എന്റെ ഇടപഴകൽ വേണ്ട, ആ പൈസ എനിക്ക് വേണ്ട, അക്കാശ് എനിക്ക് വേണ്ട എന്ന് മാറ്റം വരുന്നുണ്ടോ നിന്റെ കൽബിൽ? നിന്റെ ഹൃദയത്തിൽ ദിക്റുള്ളയുണ്ട്. അതാ ദിക്ർ. വേണ്ടത് വേണ്ട സമയത്ത് നിനക്ക് ചിന്തിച്ച്
അള്ളാഹു നിശ്ചയിച്ച നിയമങ്ങളിലേക്ക് അടുക്കാനും വിരോധിച്ചിടത്തു നിന്നും മാറി നിൽക്കാനും നിന്നെ പ്രേരിപ്പിക്കുന്ന ചാലക ശക്തിയായി മാറണം നിന്റെ ദിക്ർ, നമ്മുടെ ദിക്ർ. അതാ ദിക്ർ. അല്ലാത്തൊരു ദിക്ർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓർക്കേണ്ട സമയത്തൊക്കെ ഓർത്ത്, അങ്ങനെ ഓർത്ത് മാറിപ്പോകാനും നന്മയിലേക്ക് അടുക്കാനും ഒക്കെ പ്രേരകമായി തീരുന്ന ദിക്ർ. കൂട്ടിച്ചേർത്ത് പറയട്ടെ, ദിക്റുകൾ എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കറ്റിൽ കിട്ടുന്ന പലതുമുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലാത്ത പലതും സമൂഹത്തിൽ ദിക്റുകൾ എന്ന നിലക്ക് വിറ്റഴിക്കപ്പെടുന്നുണ്ടാകും. 4444 വകയെന്നോ 313 വകയെന്നോ അതുപോലെ തന്നെ മറ്റു വകകളെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ പ്രവാചകൻ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പരിചയമില്ലാത്ത അർത്ഥങ്ങളിലും ആശയങ്ങളിലും അബദ്ധങ്ങൾ തിരികെ കയറ്റിയിട്ടുള്ള ദിക്റുകളുടെയോ സലാത്തുകളുടെയോ ലോകത്തേക്ക് പ്രവേശനം പാടില്ല. അതുകൊണ്ട് നമുക്ക് ഒരു ഗുണവും കിട്ടാനില്ല. മറിച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തുമൊക്കെ നമുക്ക് കൈമാറി തന്നിട്ടുള്ള ശുദ്ധമായ ഇസ്ലാമിക പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട് കിടക്കുന്നവയെ മുറുകെ പിടിക്കുക, അത് പഠിക്കുക, അതിന്റെ ആശയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. അങ്ങനെ മുന്നോട്ട് പോയാൽ റബ്ബിന്റെ ഓഫറാണ് ലഅല്ലക്കും തുഫ്ലിഹൂൻ. നിങ്ങൾ വിജയിക്കും, നിങ്ങളുടെ ഈമാൻ വർദ്ധിക്കും. ഇന്നമൽ മുഅ്മിനൂൻ അല്ലദീന ഇദാ ദുകിറല്ലാഹ് വജിലത് ഖുലൂബുഹും. ഹൃദയങ്ങൾ നടുങ്ങി. അള്ളാന്റെ വചനങ്ങൾ അവർക്ക് ഇങ്ങനെ ഓതി കേൾപ്പിക്കപ്പെടുമ്പോഴൊക്കെ അവരുടെ ഈമാൻ ഇങ്ങനെ കൂടും. കണ്ടോ, സിയാദത്തുൽ ഈമാൻ എങ്ങനെയാ? ദിക്ർ കേൾക്കുമ്പോഴും ദിക്ർ ചൊല്ലുമ്പോഴും ഒക്കെ ഈമാൻ കൂടും. നമ്മൾ ഖുർആൻ ഓതുകയാണെങ്കിലും കൂടും, വേറൊരാൾ ഖുർആൻ ഓതി കേൾപ്പിച്ചാലും കൂടും. നമ്മൾ ദിക്ർ ചൊല്ലുമ്പോഴും കൂടും, വേറൊരു നല്ല ദിക്ർ കേൾക്കുമ്പോഴും അതിലേക്ക് ശ്രദ്ധ കൊടുക്കുമ്പോഴും ഈമാൻ കൂടും. അതൊക്കെ എപ്പോഴാ അതിലേക്കുള്ളൊരു വിനീത ഭാവം ഉണ്ടാകുമ്പോ. അങ്ങനെ കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിലുള്ള ദിക്റുകളിലേക്ക് നമ്മൾ പോയാൽ ഈമാൻ വർദ്ധിക്കും. ആ നിലക്ക് സിയാദത്തുൽ ഈമാൻ എന്ന് പറയുന്ന ഈമാനിന്റെ വർധനവിനുള്ള നിമിത്തങ്ങളിലേക്ക് അടുക്കുവാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇനിയും സഹോദരങ്ങളെ, ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് വിശദീകരിക്കാനുണ്ട്. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ഈമാൻ വർദ്ധിപ്പിക്കാൻ ഉതകുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനും അത് പ്രവൃത്തിപഥത്തിൽ വളരെ ശ്രദ്ധയോടെ ഇതെന്റെ ഒരു ജീവിത വിജയത്തിന്റെ അനിവാര്യ ഘടകമാണെന്ന ഒരു ബോധ്യം സ്വന്തം വന്ന് അത് ലഭ്യമാവാനുള്ള മാർഗങ്ങൾ അന്വേഷിക്കണം, ആരായണം, കണ്ടുപിടിക്കണം, പഠിക്കണം, പകർത്തണം എന്ന് മാത്രം എന്നോടെന്ന പോലെ എൻ്റെ സർവ്വ സഹോദരി സഹോദരങ്ങളോടും ഉണർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിയാനും നേരിന്റെ പാതയിൽ ഉറച്ചു നിൽക്കുവാനും റബ്ബിനെ യഥാർത്ഥമായ നിലക്ക് സ്മരിക്കുവാനും അതിലൂടെ ജീവിത വിശുദ്ധിയും നാളെ പരലോകത്ത് സ്വർഗവും ലഭ്യമാവുകയും ചെയ്യുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് അതിക്രമങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികളിൽ നിന്ന് നീതി ലഭ്യമാകുവാനും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന യമനിന്റെ മണ്ണിൽ വളരെയേറെ പ്രയാസം സഹിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന സഖ്യസേനയുടെ പട്ടാളത്തിന് അള്ളാഹു എല്ലാവിധത്തിലുള്ള വിജയവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിക ലോകത്ത് ശത്രുതയും വിദ്വേഷവും കുഴപ്പങ്ങളും സൃഷ്ടിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിട്ടുള്ള ജൂത സയനിസ്റ്റ് സന്തതികളായ ഹൂസികളുടെയും അവരുടെ മറ്റുള്ള സഹായികളുടെയും എല്ലാ ഷർറിൽ നിന്നും അള്ളാഹു ലോകത്തെ ആകമാനം കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഈ രാജ്യത്തിന്റെയും സർവ്വ രാജ്യങ്ങളുടെയും അന്തസ് അള്ളാഹു എന്നെന്നും നിലനിർത്തി തരുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته.